ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഫാമിലി മീറ്റിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സുഷിത, എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഫാമിലി മീറ്റ് ആണ് അല്ലെ. എല്ലാവർക്കും അറിയാം, നമ്മുടെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഷാജി സാറിന്റെ ഓർഗനൈസേഷനിലുള്ള എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ്. അപ്പൊ നിങ്ങളുടെ ടീമിലെ ആരെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കാനുണ്ടെങ്കിൽ എല്ലാവരെയും പേഴ്സണലി തന്നെ ഇൻവൈറ്റ് ചെയ്യുക. കാരണം ഇന്നത്തെ സെഷൻ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാവരും പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇന്നത്തെ സെഷന്റെ പ്രത്യേകത? ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? സെഷന്റെ താഴെ അതിന്റെ ടോപ്പിക് കൊടുത്തിരുന്നു. എന്താണ് ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്താണ്? കുറച്ചുപേരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. കാരണം നമ്മളെല്ലാവരും ഈ ഒരു ബിസിനസ്സിൽ വന്നിരിക്കുന്നത് യെസ് ഓഫ് കോഴ്സ് ഇൻകം പ്ലാൻ. നമ്മളെല്ലാവരും ഈ ഒരു ബിസിനസ്സിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? വരുമാനം നേടാനായിട്ടാണ് അല്ലെ. അപ്പോ വരുമാനം എങ്ങനെ നേടിയെടുക്കാം, അത് എങ്ങനെ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാം, അത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എങ്ങനെ അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിൽ സാറ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ്. നമ്മൾക്ക് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്. എല്ലാവരും അല്ലെ, ഒരു 99% ആളുകളും സ്ട്രേഞ്ചേഴ്സിലൂടെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് വളരെയധികം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുക? തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതൊരു ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാം. പല ഇൻഡസ്ട്രീസും ചെയ്ത വ്യക്തികളും ഈ ഒരു ബിസിനസ്സിൽ ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ വെസ്റ്റീജ് എല്ലാത്തിൽ നിന്നും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് അല്ലെ. അപ്പൊ എല്ലാത്തിൽ നിന്നും ഒരു ഡിഫറൻസ് നമ്മുടെ ഈ ഒരു ബിസിനസ്സിലുണ്ട്. അപ്പൊ എങ്ങനെ ഇൻകം പ്ലാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് എങ്ങനെ ഇൻകം നല്ല രീതിയിൽ എത്തും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇന്നിവിടെ ക്ലിയർ ചെയ്യപ്പെടുന്നുണ്ടാവും. അപ്പോ ഇന്ററാക്റ്റീവ് സെഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ അനുസരിച്ചിട്ടായിരിക്കും സാറ് നമ്മളോട് സംസാരിക്കുക. അപ്പോ സ്റ്റാർട്ടിങ്ങിലുള്ള വ്യക്തികൾക്ക് ഇപ്പോ 5% ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തി വരെ ഇന്നിപ്പോ ഈ ഒരു മീറ്റിംഗിൽ കയറിയിട്ടുണ്ടാവും. 5%. അപ്പൊ ഒരു സ്റ്റാർട്ടിങ്ങിൽ എന്താണ് 5% ആണ് അല്ലെ. ആ 5%ൽ നിന്ന് എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് 8% എത്താം? 8% ആയാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ 8%ലേക്ക് എത്തിച്ചാൽ നമ്മൾക്ക് ഏത് പിൻ ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? അങ്ങനെ ഒരു ബ്രോൺസ് ഡയറക്ടർ ലെവൽ വരെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക. അപ്പൊ ഈ ഒരു സംശയങ്ങളൊക്കെ നമുക്ക് തീർത്ത് തരുന്നതിന് വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഷാജി മീത്തൽ സാർ നമ്മളോടൊപ്പം ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് പോകുന്ന ഒരു ലീഡറാണ് അല്ലെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന ലീഡറാണ് ഷാജി സാർ. അപ്പൊ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ ഞാൻ പരിചയപ്പെടുത്താം. സാറിന്റെ സ്വദേശം കണ്ണൂരാണ്. ഇപ്പോൾ ഫാമിലിയോടൊപ്പം ദുബായിൽ സെറ്റിൽഡ് ആണ്. അദ്ദേഹം ഒരു ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ ആയിരുന്നു. പക്ഷേ ജോലി റിസൈൻ ചെയ്തു. ഫുൾ ടൈം ആയിട്ട് ഈ ഒരു ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി വന്നിരിക്കുന്നു. ഇപ്പോ ഈ ഒരു ബിസിനസ്സിൽ ഇന്റർനാഷണൽ ക്രൗൺ ഡയറക്ടർ ആണ്. കമ്പനി തരുന്ന 9 തരത്തിലുള്ള വരുമാനങ്ങളിൽ 8 തരത്തിലുള്ള വരുമാനവും ഏൺ ചെയ്തുകൊണ്ട് അടുത്ത പിൻ ലെവലിലേക്കും അടുത്ത ഇൻകം ലെവലിലേക്കും ഒക്കെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതും ഓൺലൈൻ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാജി മീത്തൽ സാറിനെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സുഷിത. നല്ല പവർഫുൾ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള MC ആണ്. താങ്ക് യു. എനിവേ, ഇന്നത്തെ നമ്മുടെ സെഷൻ സുഷിത പറഞ്ഞ പോലെ തന്നെ ഇൻട്രഡക്ഷൻ ആണ്. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് വെച്ചാൽ പല ആൾക്കാർക്കും ഇപ്പോഴും ഇതിന്റെ ഒന്നും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടല്ലോ. എന്ത് ലെവലാണ് ഇപ്പോഴും ഗ്രൂപ്പിൽ നമ്മൾ പല ആൾക്കാർ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചത്. കാരണം ജോയിൻ ചെയ്യുന്ന എല്ലാവരും ബിസിനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് സംശയങ്ങളൊന്നും ചോദിക്കാത്ത ആൾക്കാരെ കൂടുതൽ ചോദിക്കാൻ മടിയാണ്. എന്താണെന്നറിയത്തില്ല. ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു ബിസിനസ് എന്നല്ല, നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമുക്കവിടെ വിജയിക്കണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ലീഡർഷിപ്പ് വേണം. വെസ്റ്റീജ് എന്ന് മാത്രം ഏത് ടീം ഏത് ബിസിനസ് ആയി കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആൾക്കാർ വേണം. ഇന്ന് വെസ്റ്റീജിൽ പോലും ഇന്ന് ഇന്ത്യയിൽ എവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ചെറിയൊരു ലെവൽ വരെ മാത്രമേ നമ്മളെ ലീഡർമാർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് അത് അറിയുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഫിസിക്കൽ ചെയ്യുന്ന ആൾക്കാരെ കാണുകയാണെങ്കിൽ ചോദിച്ചു നോക്കിയാൽ മതി.
അവർക്ക് ഒരു 3-4 പ്രാവശ്യം പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കൽ മാത്രമേ ലീഡർമാർ ചെയ്യത്തുള്ളൂ. അതിനുശേഷം അവർ ഒറ്റയ്ക്ക് ചെയ്യണം. ഞാൻ ഇന്നലെ എനിക്ക് നാട്ടിലുള്ള ഒരു ലീഡർ അയച്ച വോയിസ് മെസ്സേജ് ഞാൻ 2-3 ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കൊന്നും ഒരു സപ്പോർട്ട് പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു പ്ലാൻ പ്രസന്റേഷന്റെ സ്ലൈഡ് പോലും ചോദിച്ചപ്പോൾ ലീഡർമാരെ അയച്ചു കൊടുത്തില്ല. അത് നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് അയച്ചപ്പോൾ ഞാൻ സ്പോട്ടിൽ സെക്കൻഡിൽ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ എന്നോട് പറഞ്ഞ വാക്കാണ്, ഞാൻ 2 ആഴ്ചയായിട്ട് എൻ്റെ അപ്ലൈൻസിനോട് ചോദിച്ചിട്ട് പോലും ഈ ഒരു സ്ലൈഡ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. എൻ്റെ അപ്ലൈൻ പോലും അല്ലാതെ എന്നെ ഒരു പരിചയം പോലും ഇല്ലാതെ സാർ എനിക്ക് അയച്ചു തന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് നാട്ടിൽ എവിടെ ആയി കഴിഞ്ഞാലും എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും വരുമാനം വാങ്ങിച്ചു തരണം എന്നുള്ള സപ്പോർട്ട് എല്ലാ ലീഡേഴ്സും ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പല ആൾക്കാർക്ക് ഇതിന് വില കിട്ടാതെ പോകുന്നത്. ഓക്കെ, ഒന്നും അറിയാനും ശ്രമിക്കുന്നില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ മീറ്റിങ്ങിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് ഒരു വലിയ ബിസിനസ്സാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. നിങ്ങളുടെ ഒരു ഡൗൺലൈൻസ്, നിങ്ങൾ ചിലപ്പോൾ ഒരാൾ മാത്രമേ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടാവത്തുള്ളൂ. ആ വ്യക്തി ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു നോളജ് എങ്കിലും നമുക്ക് വേണം. അപ്പോൾ അത് നിങ്ങൾ അറിയണം. ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇന്നത് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു സെഷൻ ചെയ്തത്. കാരണം നമ്മളെപ്പോഴും പല പല സെഷൻ ചെയ്യാറുണ്ട്. ഇതന്നെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ കേട്ടിരിക്കുന്ന ആൾക്കാർ അന്ന് കേട്ട സാധനം തന്നെയായിരിക്കും ഇന്ന് കേൾക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പല ആൾക്കാരും, പുതുതായി വന്നിരിക്കുന്ന ആൾക്കാരും, കുറച്ച് ദിവസം മുന്നേ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരും, തുടക്കക്കാരെപ്പോഴും ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവുകൾ മാത്രമേ കാണുള്ളൂ. അല്ല, നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങളുടെ ഡൗൺലൈൻസിൽ നിന്ന് കേൾക്കുന്നുണ്ടോ, ചെറിയ ചെറിയ നെഗറ്റീവുകളാണ് പല ആൾക്കാർ ഇതിൽ കാണുന്നുള്ളൂ. വേറെ ഒന്നും ഇതിനകത്ത് ഇതിൻ്റെ വലിയ വശങ്ങളോ ഇതിൻ്റെ പോസിറ്റീവ് ഭാഗങ്ങളോ ആരും നോക്കുന്നില്ല. ചെറിയ ചെറിയ വിഷയങ്ങളാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് എന്നോട് കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും ചോദിക്കാൻ സാധിക്കും, നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുള്ള കൺഫ്യൂഷനോ ടെൻഷനോ കാര്യങ്ങളൊക്കെ ആരെങ്കിലും അൺമ്യൂട്ടാക്കി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പമായി. ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയ കാര്യം തന്നെയായിരിക്കും പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറയും. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനുള്ളൊരു ധൈര്യം കാണിക്കുക. ഇവിടെ ആരും നിങ്ങൾ ചോദിച്ചതിന് വഴക്ക് പറയാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഇതിലുള്ള ഒരു കൺഫ്യൂഷൻ, നിങ്ങളുടെ അപ്ലയൻസിനോട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തരാം. ദയവ് ചെയ്ത് ചോദിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. കാരണം ഇങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്ന, ഇതിനു വേണ്ടിയിട്ട് മണിക്കൂറുകൾ മാറ്റി വെക്കുന്ന ഒരാളും വേറെ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഇത് തുടക്കത്തിൽ പറയുന്ന പ്ലാൻ എടുക്കുമ്പോൾ പറയുന്ന ഇതിൽ നിന്ന് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനെ മാറിയതായിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു മാറ്റം വേണം എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ചുള്ള സെഷൻ ചെയ്തുതരാം. ആരെങ്കിലും ചോദിക്കാനുള്ള ഒരു കാണിക്കും. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരും സംശയം ചോദിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഉള്ളവർ ഈ മീറ്റിംഗ് കേൾക്കാൻ വന്നവരാണെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വെസ്റ്റീജിൽ ബിസിനസ്സിൽ 100% വിശ്വസിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ ആണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യോ. ഈ വെസ്റ്റീജിൽ വന്നിരിക്കുന്ന ഈ 90 പേരും ഈ കമ്പനി കൊള്ളാം, കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമന്റ് ഇടാവോ. ഇവിടെയുള്ളവരൊക്കെ കമന്റ് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ ഇട്ടാവും. അപ്പോൾ നിങ്ങൾ നോ ഇട്ടുകൊണ്ട് നിങ്ങൾ ആരും വഴക്കൊന്നും വരത്തില്ല. എവിടെയെങ്കിലും ചെറിയ കൺഫ്യൂഷൻ നോ ഇട്ടിട്ട് എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി ചോദിച്ചു കഴിഞ്ഞാൽ ആരും നോ ഇടുന്നില്ല. അപ്പൊ എല്ലാവർക്കും ബിസിനസ് കംപ്ലീറ്റ് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരാളും നോ ഇട്ടില്ല. എല്ലാവരും മെസ്സേജ് ഇട്ടാണ് താങ്ക്സ്. ഓക്കെ, അപ്പൊ ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല ഇതിനകത്തല്ലേ. അതെ സാറേ, ഒരു 10,000 രൂപ നമുക്ക് മാസ വരുമാനം ആകണമെങ്കിൽ നമ്മള് എന്തൊക്കെ ചെയ്യണം? നല്ല അവിടേക്ക് ചോദ്യം നസീമ ചോദിച്ചാൽ. അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മള് പെട്ടെന്ന് ഏണിങ്സ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം? അത് എവിടെ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു സാലറി കിട്ടുക? നല്ല ക്വസ്റ്റ്യൻ ആണ്. നസീമ വന്നിട്ട് ഒരാഴ്ചയായിട്ട് പോലും അവർക്ക് ചോദിക്കാനുള്ള ഒരു മനസ്സിൽ ധൈര്യം കിട്ടിയിട്ടുണ്ടല്ലോ. അതെന്നെ ഏറ്റവും വലിയ പോസിറ്റീവാണ്. ഒരു വർഷമായിട്ട് പോലും ആൾക്കാർ ചോദിക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്. ചോദിച്ചാൽ ഇയാളെന്ന് വിചാരിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. ഞാൻ ഓപ്പൺ ആയിട്ടുള്ള കാര്യം പറയത്തുള്ളൂ.
നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റുമെങ്കിൽ ആർക്കും ഒരാൾ ചോദിക്കാൻ വരുന്ന ചോദിക്കണം. ആർക്കെങ്കിലും ഒന്നുമില്ല. 8% ആവുന്നത് എല്ലാവർക്കും അറിയാം. പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം 8% എങ്ങനെയാവണം. അത് 8% ആയാൽ എങ്ങനെയാ വരുമാനം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയുന്നതാണ് 8% എങ്ങനെയാവണമെന്ന്. പഴയ ആൾക്കാരല്ല കേട്ടോ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ വലിയ ലീഡേഴ്സ്, ടോപ്പ് ലീഡേഴ്സുമാർ ശ്രദ്ധിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെഷൻ ചെയ്യുന്നത് കേട്ടോ. വലിയ ആൾക്കാർ എനിക്കിതിൽ അറിയാലോ ചിന്തിക്കണ്ട. സീനിയർ ആയിട്ടുള്ള ആൾക്കാരല്ല, പുതിയ ആളാണ്. ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പുതിയ ആൾക്കാർ ഇപ്പൊ ലേറ്റസ്റ്റ് ആയി ഇന്നും ഇന്നലൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാർ, ഷീജ മാഡൊക്കെ പുതിയതായതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷെ ചെറുതായിട്ടെങ്കിലും വിശ്വാസം ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് നിങ്ങൾ എസ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്ലിക്കേഷൻ ഓൺ ആക്കി നോക്കി. നിങ്ങൾ എല്ലാവരും ഈ ഐഡി എടുത്ത് ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ അപ്ലിക്കേഷൻ ഓൺ ആക്കി നോക്കണം ആദ്യം. ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ KYC ഒക്കെ ചെയ്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഓൺ ആയ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ലെവലുകൾ, നമ്മുടെ അടുത്ത ലെവൽ ഏതാണോ അതവിടെ കാണിക്കുന്നുണ്ടോ. എല്ലാവരും ശ്രദ്ധിക്കണം. ഇതുവരെ നോക്കാത്ത ആൾക്കാർ നിങ്ങൾ അപ്ലിക്കേഷൻ ഓൺ ആക്കിയ ശേഷം അതിൻ്റെ അകത്ത് ഗ്രൂപ്പ് VV എന്ന് പറഞ്ഞ സ്ഥലമുണ്ടാവും. മൈ PV, ഗ്രൂപ്പ് V. ആ ഗ്രൂപ്പ് V ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്പൺ ആയി വരുന്നുണ്ടാവും. നിങ്ങൾ ഏത് ലെവലാണ് ഉള്ളത്, നിങ്ങൾ എന്താണ് വാങ്ങിച്ചത്, അതിന്റെ PV അവിടെ മൈ PV എന്ന സ്ഥലത്തുണ്ടാവും. ഗ്രൂപ്പിലുള്ള ടീമിലുള്ള ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് PV കാണിക്കും. നെക്സ്റ്റ് ലെവൽ തുടക്കക്കാരാണെങ്കിൽ 8% എന്നാണ് കാണിക്കുക കേട്ടോ. നിങ്ങൾ ഇപ്പൊ നസീമയാണ് ചോദിച്ചതെങ്കിൽ നസീമ ഇപ്പൊ നിങ്ങൾ അപ്ലിക്കേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കം ID എടുത്തതേ ഉള്ളൂ. ഇപ്പൊ അവിടെ നെക്സ്റ്റ് ലെവൽ 8% കാണിക്കും. 599 PV നിങ്ങൾ വരണം, എന്നാലേ 8% ആവത്തുള്ളൂ. അതെവിടെയാണ് കാണിക്കുക? ഞാനിപ്പോ മൈ PV എന്നുള്ളടത്ത് 0, ഗ്രൂപ്പ് PV 0, പിന്നെ മൈ നെറ്റ്വർക്ക് 9 എന്ന് കാണിക്കണം. ഗ്രൂപ്പ് PV തൊടുക. ഗ്രൂപ്പ് PV ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആയി വരും. എല്ലാവരും നോട്ട് ചെയ്തിട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഗ്രൂപ്പ് PV ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിനകത്ത് ഇങ്ങനെ ക്യുമുലേറ്റീവും ഓരോ PV, സെൽഫ് PV, മൈ PV എന്നുള്ള സെൽഫ് PV കാണിക്കുന്നുണ്ടാവും. ഗ്രൂപ്പ് PV കാണിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ലെവൽ 8 എന്ന് കാണിക്കുന്നുണ്ടാവും. ഷോർട്ട് പോയിന്റ് 599 കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ലെവൽ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ എപ്പോഴാണോ 599 PV വരുന്നത് ആ മാസം നിങ്ങൾ 8% ആയിട്ടുണ്ടാവും. ഇത് ക്ലിയർ ആണ് എല്ലാവർക്കും? 8% ആവണമെങ്കിൽ നമ്മൾ 600 പോയിന്റിലാണ് 8% ആവുക. എപ്പോഴാണോ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ടോട്ടൽ പോയിന്റ്, നിങ്ങളുടെ പോയിന്റും ഗ്രൂപ്പിന്റെ പോയിന്റും ചേർന്ന് 600 പോയിന്റ്, 599, കറക്റ്റ് റൗണ്ട് ഫിഗർ പിടിക്കാൻ 600 പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങൾ 8ലേക്ക് പോയിട്ടുണ്ടാവും. 8% പോയിട്ടുണ്ടാവും. അതിന്റെ വരുമാന രീതി ഞാൻ പറഞ്ഞു. ഓക്കെ, 8% ആവുന്ന സമയത്ത് നിങ്ങൾ 5%, ഇപ്പൊ നസീമ 5%ഉള്ള എങ്കിൽ പേര് വിളിച്ചത് എന്താ വെച്ചാൽ അവർ മാത്രം സംശയം ചോദിച്ചില്ല, അതുകൊണ്ട് പേര് വിളിച്ചേട്ടോ. നസീമ 5% കൊണ്ട് നിങ്ങൾ എന്ത് സാധനം വാങ്ങിക്കുന്ന, എത്ര പോയിന്റിന്റെ സാധനം വാങ്ങിക്കുന്നുവോ അതിന്റെ 5% വരും. പോയിന്റ് ആണ്, പൈസയല്ല കാൽക്കുലേഷൻ ചെയ്യുക, പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ ആ ഓരോ പ്രൊഡക്റ്റിനും പലതരം പോയിന്റുകൾ ഉണ്ടാവും. PV എന്ന് പറയും, പോയിന്റ് ഉണ്ടാവും. ഈ പോയിന്റുകളെ ഏകദേശം 30 രൂപയാണ് ഏവറേജ് കാണിക്കുക ഒരു പോയിന്റിന്. ഏകദേശം ഏവറേജ് ആയിട്ട് ചിലതിന് 29 പോയിന്റ് സംതിങ് ഉണ്ടാവും, ചിലത് 31 ഉണ്ടാവും, ചിലതിന് കുക്കിംഗ് ഓയിലിൽ മാത്രമേ പകുതി PV ഉള്ളൂ, പകുതിയുള്ളൂ. നിങ്ങൾ ഒരു 18 PVയുടെ സാധനം കുക്കിംഗ് ഓയിലിന്റെ പൈസക്ക് ബാക്കി ഏത് സാധനം വാങ്ങിച്ചാലും 18 PV ഉണ്ടാവും. പക്ഷെ കുക്കിംഗ് ഓയിൽ വാങ്ങിക്കുമ്പോൾ 9 PV ഉണ്ടാവും, നേരെ പകുതി PV ഉണ്ടാവും. ബാക്കി എല്ലാത്തിനും ഏകദേശം ആവറേജ് 30 PV, 31 PV അല്ലെങ്കിൽ 29 PV ഇതായിരിക്കും നമുക്ക് ഒരു പോയിന്റ് വരുന്നത്. 29-30 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഈ പോയിന്റ് ഇൻറ്റു, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ PV നോക്കുക. ഇപ്പം ഉദാഹരണത്തിന് നസീമ ഈ മാസം 100 PV ചെയ്തിട്ടുണ്ടെങ്കിൽ, 110 PV ചെയ്തിട്ടുണ്ടെങ്കിൽ 110 എഴുതി വെച്ചോണെങ്കിൽ 110 ഇൻറ്റു 5% ഇൻറ്റു 18 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മാസം ബോണസ് അറിയാൻ സാധിക്കും. എല്ലാവർക്കും നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ PV ഇൻറ്റു 5% ഇൻറ്റു 18 എന്ന് പറഞ്ഞാൽ ബിസിനസ് വോളിയം ആട്ടോ. നിങ്ങളെ ബിസിനസ് PVയെ ബിസിനസ് BV ആക്കി മാറ്റും, ബിസിനസ് വോളിയം ആക്കി മാറ്റുന്നുണ്ടോ. അതിനെയാണ് നിങ്ങളുടെ വരുമാനം. ഉദാഹരണം, നിങ്ങളുടെ PV 110 ആണെങ്കിൽ 110 ഇൻറ്റു 5% ഇൻറ്റു 18 അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 100 രൂപയായിരിക്കും നിങ്ങളുടെ ബോണസ്. 5%കാരനുള്ള ബോണസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. നസീമ ഈ മാസം ജോയിൻ ചെയ്തു, ഒരു 100 പോയിന്റിന്റെ സാധനം വാങ്ങിച്ചു. നിങ്ങൾ അതേപോലെ ഒന്നുകിൽ ഒരു 3, 4, 5 ആൾക്കാർ ജോയിൻ ചെയ്യിപ്പിച്ചു. അവരെല്ലാവരും കുറേശ്ശെ സാധനം വാങ്ങിക്കുന്നു.
അല്ലെങ്കിൽ ഒരു 2 പേരും കൂടെ 100 പോയിന്റിന് സാധനം വാങ്ങിക്കുന്നു, ടോട്ടൽ 300 പോയിന്റ് ഈ മാസം ഏപ്രിൽ മാസം തന്നെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം തന്നെ ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആവാൻ പറ്റും. പകുതി PV മതി. 600 പോയിന്റിലാണെങ്കിൽ 8% ആവുന്നെങ്കിൽ ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങൾ 300 എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് 8% ബോണസ് വാങ്ങിക്കാൻ സാധിക്കും. ചെറിയ ഇൻകം ആണെങ്കിൽ പോലും 8% ബോണസ് കിട്ടാം. കഴിഞ്ഞ മാസം പർച്ചേസ് ചെയ്തവരുടെ കൂട്ടത്തില്ല, സിംഗിൾ മന്തിൽ ഏത് മാസമാണോ ആ മാസത്തെ PV ആയിരിക്കണം 300 PV. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ കഴിഞ്ഞ മാസം നിങ്ങൾ 100 PV ചെയ്തിട്ടുണ്ടാവും, 100 മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അവിടെ അതിന്റെ വരുമാനം നിങ്ങൾക്ക് മറ്റന്നാൾ കിട്ടും. ഈ മാസത്തെ നിങ്ങൾ 100 PV ചെയ്യുന്നു, നിങ്ങളെ കൂടെ 2 പേര് 100 PV ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആവും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം സെൽഫ് PV സ്വന്തം പർച്ചേസ് ചെയ്തതിന്റെ 100 ആണെങ്കിൽ 100 ഇൻറ്റു 8% ഇൻറ്റു 18 ബിസിനസ് വോളിയമായി കാൽക്കുലേഷൻ ചെയ്യും. ഏകദേശം 144 രൂപ നിങ്ങളുടെ സെൽഫ് PVയുടെ പൈസ കിട്ടും. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് PV എത്രയാണോ ഇൻറ്റു 3% ഇൻറ്റു 18 അതിന്റെ എമൗണ്ട് കൂടി കിട്ടും. അല്ല നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ 300 പോയിന്റ് ചെയ്യുകയാണെങ്കിൽ 432 രൂപ ഇൻകമാണ് നമുക്ക് അവിടെ വരിക. ഹുസൈൻ ആണെങ്കിൽ ഹുസൈൻ ഇപ്രാവശ്യം 100 PV സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം അതായിരിക്കും. നിങ്ങളുടെ കൂടെ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ ജോയിൻ ചെയ്തു, ചിലപ്പോൾ കുറച്ചേ ചെയ്തിട്ടുണ്ടല്ലോ, 50, 10, 40 PV ചെയ്തു. എല്ലാവരും കൂടി ചേർന്നിട്ട് നിങ്ങളുടെ ടോട്ടൽ PV 300 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ബോണസ് 8% ആവും. നിങ്ങളുടെ വരുമാനം 8% ബോണസ് കിട്ടും. ഒരു 750 രൂപയുടെ വൗച്ചർ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട്, പ്രൊഡക്റ്റ് വൗച്ചർ ഫ്രീ ആയി കിട്ടുന്നുണ്ട്. ഇതാണ് ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു ബോണസ്. കറക്റ്റ് എമൗണ്ട് ആയിരിക്കും വരില്ല, നിങ്ങൾ ചെയ്യുന്ന PV എത്രയാണ് കറക്റ്റ് എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് 300 PV ചെയ്ത് കഴിഞ്ഞാൽ 432 രൂപ കിട്ടും. സ്വന്തമായിട്ട് 300 PV ചെയ്ത് കഴിഞ്ഞാൽ 432 രൂപ ബോണസ് കിട്ടും കേട്ടോ. നിങ്ങൾ 310 ഉണ്ടെങ്കിൽ അതിന് 440 വരും. ആ എമൗണ്ട് PV കൂടുന്നതനുസരിച്ച് വരുമാനം കൂടും. ഏറ്റവും ഷോർട്ട് കട്ട് പറഞ്ഞാൽ സെൽഫായിട്ട് തന്നെ ഒരു 300 PV സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസം തന്നെ ഫാസ്റ്റ് ആയിട്ട് 8% ആവും. 432 ഇൻകം കിട്ടും, 750 പ്രൊഡക്റ്റ് കിട്ടും. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധിക്കും, ഞാൻ കഴിഞ്ഞ മാസം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്, എനിക്ക് ബോണസ് കിട്ടി 432 രൂപ, 750 ഫ്രീ പ്രൊഡക്റ്റും കിട്ടി എന്നുള്ള സന്തോഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാൻ സാധിക്കും. 300 PV ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപക്ക് പർച്ചേസിങ് ചെയ്യണം? ഏകദേശം 9,500-നും 10,000-നും ഇടയിലുള്ള എമൗണ്ട് ആവും. ഓക്കെ, അതിന്റെ ബെനിഫിറ്റുകളും കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് വാങ്ങിച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പല ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു തുടക്കത്തിൽ ഒരു ബിസിനസ് മൈൻഡിൽ നസീമയും ഇതിലുള്ള ഓരോ ആൾക്കാർ ചിന്തിക്കുക, ഹുസൈനും നസീമയും ഇവിടെയുള്ള പുതിയ ആൾക്കാർ ചിന്തിക്കുകയാണ്, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ബിസിനസ് ഒരു 300 PV ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ചിന്തിച്ചു. ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി കേട്ടോ, ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്യാം. അത് ഞാൻ പറയുന്നത് കൊണ്ട് നെഗറ്റീവായി കണ്ട് ആഗ്രഹമുള്ളവർ മാത്രം ചെയ്യാം. ഒരു ഫാസ്റ്റ് സ്പീഡായിട്ട് ഇപ്പൊ നസീമ ചോദിച്ചാൽ ഒരു വലിയൊരു 10,000 രൂപയ്ക്ക് മാസ വരുമാനം, 10,000 രൂപയുടെ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മൾ ചെയ്യേണ്ട കാര്യം ഒറ്റ മാസം കൊണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു 10,000 രൂപ സ്ഥിരമായിട്ട് വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, സ്ഥിരമായിട്ട് 10,000 എന്നല്ല 10,000-ന് മേലോട്ടുള്ള വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഫാസ്റ്റ് ട്രാക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 300 PVയുടെ ഫാസ്റ്റ് ട്രാക്ക് 8% നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 10,000 രൂപക്കുള്ള സാധനം വാങ്ങിക്കുക, അതിന്റെ വൗച്ചർ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് MRPയിലാണ് കിട്ടുക, പ്രൊഡക്റ്റ് DP പ്രൈസിലേക്ക് കിട്ടുക. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 100 പോയിന്റിന്റെ സാധനം സെൽഫായിട്ട് യൂസ് ചെയ്യാം, വീട്ടിലേക്ക് യൂസ് ചെയ്യാം. 100 പോയിന്റിന്റെ സാധനം നമ്മളൊരു വീട്ടിലൊരു മാജിക് കോർണർ പോലെ സ്റ്റോക്ക് ചെയ്യാം, നമ്മുടെ സ്റ്റോക്കിൽ വീട്ടിലേക്ക് സെറ്റ് ചെയ്യാം. ബാക്കി 100 പോയിന്റിന്റെ സാധനം ഇത് ആരാണാവോ, ഇവിടെ ഉള്ള വ്യക്തിയാണോ? കൂടെയുള്ള വ്യക്തിയെ മറ്റേ ജോണി അലക്സ് ഇല്ലേ, ജോണി അലക്സ്. നിങ്ങളുടെ പേര് പറയൂ. രാജേഷ് ജി. രാജേഷോ? എന്തെങ്കിലും ഡൗട്ടിന് ചോദിച്ചാണോ? അല്ലല്ല, ഡൗട്ട് ചോദിച്ചല്ലേ. അപ്പൊ ജോണി അലക്സ് പറഞ്ഞായിരുന്നു ആദ്യമായിട്ടുള്ള പ്രസന്റേഷൻ കേൾക്കുന്നേ. ബെസ്റ്റ്, നിങ്ങൾ കേൾക്കുന്നതിലും പുതിയ ആൾക്കാർക്കുള്ള ഞാൻ ജോയിൻ ചെയ്ത വ്യക്തികളുടെ സംശയങ്ങളാണ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ കേൾക്കുക, അത്രയും വരെയെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ പുതിയതായി ജോയിൻ ചെയ്ത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പ്രസന്റേഷൻ കേട്ട ആൾക്കൂടെ ഡൗട്ട് ക്ലിയർ ആയി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാജേഷ് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ഇതൊന്ന് കംപ്ലീറ്റ് കേൾക്കുക, നാളത്തെ മീറ്റിംഗ് കൂടെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നല്ലൊരു ബിസിനസ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ
100% നിങ്ങൾക്ക് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, വിശ്വാസം ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ഫാസ്റ്റ് ട്രാക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വിശ്വാസം വന്നവർ മാത്രം. അല്ലാത്തവർ പതുക്കെ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് വന്നതിന് ശേഷം, ഇപ്പോൾ ഒരു കാര്യം പറയാം, ഇതിലൊരാൾ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച വ്യക്തിയാണെന്നായിരിക്കും ആരെ വിളിക്കുക, ഒരാളുടെ പേര് വിളിക്കാം. അല്ല, ഇന്നലെ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തു, അല്ലെ, അബ്ദുൽ ഗഫൂറൊക്കെ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്ത വ്യക്തിയാണ്. ഹുസൈനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് ഓക്കെ, വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്, കൊടുത്ത പൈസക്ക് മുതലായിട്ടുണ്ട്, നല്ല സാധനമാണ്, ഇതൊന്ന് ബിസിനസ് വലുതാക്കി കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായി ബിസിനസ് കുഴപ്പമില്ലെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് മൈൻഡിലേക്ക് വരാം. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് പേര് വിളിക്കുന്നേ ഉള്ളൂ, ഹുസൈനോ അല്ലെങ്കിൽ അബ്ദുൽ ഗഫൂറോ, നിങ്ങൾക്കെല്ലാം വെസ്റ്റീജിന്റെ കമ്പനി ഓക്കെയാണ്, പെർഫെക്റ്റ് ആയിട്ട് വിശ്വാസം കൊണ്ട് ചെയ്താൽ ഓക്കെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ വലിയ തീരുമാനം ഒരു ഫാസ്റ്റ് ട്രാക്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഫാസ്റ്റ് ട്രാക്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു 300 PV ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. 300 PV സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ചെറുതായിട്ട് പറഞ്ഞുതരാം. 432 രൂപയുടെ വരുമാനം കിട്ടും 10ാം തീയതി. ആ മാസം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 1000 രൂപക്ക് അടുത്തുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? 1000 രൂപക്ക് അടുത്തുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. നിങ്ങൾ വരുമാനം 432 ആയിരിക്കും. 10ാം തീയതി ആകുമ്പോൾ 750 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അപ്പൊ ഏകദേശം 1750 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുന്നുണ്ടോ? ഇത് വേണമെങ്കിൽ MRP കൊടുത്തു കഴിഞ്ഞാൽ ഒരു 30% MRP കൊടുത്താൽ പോലും നമുക്കൊരു കസ്റ്റമറെ കണ്ടുപിടിച്ച്, ലോയൽ കസ്റ്റമറെ കണ്ടുപിടിക്കുക, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിനെ തന്നെ ഈ പൈസ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് അടുത്ത മാസം വീണ്ടും ഇതേപോലെ 300 രൂപ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 4 മാസം തുടർച്ചയായി നിങ്ങൾ ഈ ഒരു പൈസ അതിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ 10,000 രൂപക്ക് വാങ്ങിച്ച സാധനം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അടുത്ത മാസം തിരിച്ച് അതേപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? 4 മാസം തുടർച്ചയായി ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെലവാക്കി ആ ഒരു പൈസ അത് അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു വരുന്നുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ അതിനേക്കാളും കൂടുതൽ പ്രൊഡക്റ്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിനേക്കാളും പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ 10,000 രൂപക്ക് സാധനം വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിക്ക് 4 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ചെലവാക്കി ആ 10,000 രൂപ തിരിച്ച് കയ്യിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത്രയും പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും. അത് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ലൈഫ് ലോങ് ബിസിനസ് ചെയ്യാൻ ഈ പ്രൊഡക്റ്റ് മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് പൈസ ചെലവാക്കേണ്ടി വരത്തില്ല. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും പൈസ ചെലവാക്കേണ്ടി വരത്തില്ല. ഇത് ആർക്കും ഇപ്പോഴും മനസ്സിലായില്ല. ഇപ്പോഴും ആൾക്കാർ എല്ലാ മാസവും സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈഫ് ലോങ് ഫ്രീ ആയിട്ട് സാധനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് സിറ്റുവേഷൻ. ഇതാരും ചെയ്യത്തില്ല. ഇതാണ് ഹൈദരാബാദ് ടീം എല്ലാവരും ചെയ്യുന്നത്. ഹൈദരാബാദിലെ ടീം 5 ലക്ഷം 10 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ പോലും ആദ്യത്തെ 4 മാസമേ അവർ പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ടുള്ളൂ. അവർ വീട്ടിലേക്ക് പോലും ആദ്യത്തെ 4 മാസം. പിന്നെ അവർ ആരും പൈസ കൊടുത്ത് സാധനം വീട്ടിലേക്ക് 5 പൈസയുടെ സാധനം പൈസ കൊടുത്ത് വാങ്ങിക്കത്തില്ല. അവർ എല്ലാ മാസം ചെയ്യുന്ന പൈസ മുഴുവൻ ഈ ഫ്രീ പ്രൊഡക്റ്റ് കൊണ്ട് ചെയ്യുന്ന പൈസ. ഇത് ലോയൽ കസ്റ്റമറെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായെന്ന് അറിയില്ല. ഇപ്പൊ നസീം എന്നെ ചോദിച്ചുകൊണ്ട്, നസീമിന്റെ പേരും ഹുസൈന്റെ പേരും 2-3 ആൾക്കാർ പേരും ഉദ്ദേശിക്കുകയാണ്. നിങ്ങളൊരു 10,000 രൂപ ഈ വെസ്റ്റീജിനോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. 10,000 രൂപ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സാവധാനത്തിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്തു കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിൽ ഇതിലുള്ള ഈ 114 പേർക്ക് ആർക്ക് വേണമെങ്കിലും ഒരു 300 PBയുടെ സാധനം എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലാതെ ആൾക്കാരും നിങ്ങൾ എത്ര വേണമെങ്കിലും ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു സോപ്പും പേസ്റ്റ് വാങ്ങി സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമില്ല. ഈ ഒരു 300 പോയിന്റിന്റെ സാധനം എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ കുറച്ച് മാത്രം ഉപയോഗിക്കുക. ബാക്കിയുള്ള മുഴുവൻ പ്രൊഡക്റ്റും നിങ്ങൾ മാജിക് കോർണറുള്ള വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ച കുറച്ച് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അതിന്റെ സന്തോഷവും നിങ്ങൾ മറ്റൊരു വ്യക്തിയിൽ പറഞ്ഞ് ഒരു 10 ലോയൽ കസ്റ്റമറെ, സാധനങ്ങൾ ഉപയോഗിക്കുന്ന 10 കസ്റ്റമറെ കണ്ടെത്തി ആ ഒരു ബാക്കിയുള്ള 30 ദിവസം കൊണ്ട് ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ആർക്കെങ്കിലും കൊടുത്ത് അതിന്റെ പൈസ തിരിച്ച് കളക്ഷൻ ചെയ്ത് ഫ്രീ പ്രൊഡക്റ്റും ആൾക്കാർക്ക് കൊടുത്ത് അതിന്റെ പൈസ കളക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം നിങ്ങൾക്ക് 10ാം തീയതി ഉള്ളിൽ വീണ്ടും സാധനം വാങ്ങിക്കാനും ഇതന്നെ വീണ്ടും ആ ലോയൽ കസ്റ്റമർ ആരെങ്കിലും കൊടുത്ത് 4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു വരുന്നുണ്ടാവും. ഇത് ഒരു ആക്റ്റീവ് ഇൻകം ആണ് കേട്ടോ. ഈ പറഞ്ഞ കാര്യം ഒരു ആക്റ്റീവ് ഇൻകം ആണ്. ഇതിനെ ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരാളോടെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇതേപോലുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള വ്യക്തിയെ കണ്ടുപിടിക്കണം. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ബോണസും ഫ്രീ പ്രൊഡക്റ്റും ഇതെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരാളെങ്കിലും, നല്ല ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അത് എല്ലാ ദിവസവും അത് അങ്ങനെ പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 5ഓ 6ഓ പേരെങ്കിലും ഈ ബിസിനസ്സിലേക്ക് ഒരു മാസം കൊണ്ട് ചെയ്യാൻ സാധിക്കും. നമ്മളത് ഫിസിക്കൽ വർക്കിലൂടെ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്ന്
സ്ഥിരമായിട്ട് ഓൺലൈൻ മീറ്റിംഗിൽ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് നല്ല ഒരു വിശ്വസിക്കാൻ പറ്റുന്ന അവർക്ക് വിശ്വാസമുള്ള ഒരു 5-6 പേരെ സെലക്ഷൻ ചെയ്യുക. അത് ഇന്ന് പല ആൾക്കാർക്കും സാധിക്കാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വല്ലപ്പോഴും കൂടി ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ്, വല്ലപ്പോഴും കൂടി ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് സാധിക്കാത്തത്. ഇതിൽ എനിക്ക് തോന്നുന്നില്ല ഒരു 100% അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും ഡെയിലി മാറ്റി വെക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. കുറച്ച് ആൾക്കാർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. 3 മണിക്കൂർ നിങ്ങൾ 3 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അത് വരട്ടെ. 11 മണിക്കും 12 മണിക്കും 1 മണിക്കൊക്കെ നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് 3 മണിക്കൂർ കളയുന്നുണ്ടോ? അതല്ല പറഞ്ഞേ. ഞാൻ പറയുന്ന സമയം മാറ്റി വെക്കാൻ പറഞ്ഞത് 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് കേട്ടോ. ഇതിൽ എനിക്ക് പല ആൾക്കാരും മീറ്റിംഗ് കയറുന്ന സമയമാണ് 1 മണിക്കൂർ കൊടുക്കുന്നത്. അത് പഠിക്കാനുള്ള സമയമാണ് മീറ്റിംഗ് കേട്ടോ. അത് എനർജി കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മീറ്റിംഗ് ആണ്. ബിസിനസിന്റെ ടൈം കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയമാണ്, ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ കൊടുക്കുന്ന സമയമാണ് ഇതിന്റെ ആ ടൈം. ഈ ഒരു പറഞ്ഞ കാര്യത്തിലായിരിക്കും ക്ലാരിറ്റി വേണം. ഫാസ്റ്റ് സ്റ്റാർട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 300 people ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ അശോകൻ ചേട്ടനും ഈ പറഞ്ഞ ഇതിലെ മുകുന്ദൻ ചേട്ടനും ഈ പറഞ്ഞ ഹുസൈനും പഴയ ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും, നിർമ്മല ചേച്ചിക്കും അല്ലെങ്കിൽ കുമാരി ചേച്ചി ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതിന് നന്നായിട്ടാണ് അവരെനിക്ക് വന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് മൂവ് ചെയ്ത്. നിങ്ങൾ ആർക്കും ശ്രദ്ധിച്ചില്ലോ 2-ാം തീയതി രാവിലെ കമ്മിറ്റഡ് ഡേ എന്ന് വെച്ചിട്ട് പോസ്റ്റ് ഇടുന്ന വ്യക്തി എനിക്ക് കേരളത്തിൽ ഒരാളേ ഉള്ളൂ. കേരളത്തിൽ ഒരാളേ ഉള്ളൂ. 14 ജില്ലകളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. 2-ാം തീയതി രാവിലെ നേരം വെളുക്കുമ്പോൾ വെസ്റ്റീജിന്റെ ബ്രാഞ്ച് ഓപ്പൺ ആകുമ്പോൾ ചാവി അതിനകത്ത് ഇടുന്ന സമയത്ത് അവിടെ മുന്നിൽ ആളുണ്ടാവും. 370-400 PV ചെയ്യാൻ കുമാരി ചേച്ചി അവിടെ ഉണ്ടാവും. ഈ പ്രായത്തിലും അത്രയും വലിയ ബിസിനസ് ആ ചേച്ചിക്ക് ചെയ്യാൻ സാധിക്കണം. ഞാൻ അവരെ തൊഴുതിട്ട് പറയാണ്, സമ്മതിച്ചു. എനിക്ക് പോലും ആ കഴിവില്ല. ഞാൻ നേരിട്ട് പോയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു, ഇതെങ്ങനെ ചെയ്യുന്നു പഠിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അവരെ സമ്മതിച്ചു ഞാൻ. കുമാരി ചേച്ചി 2-ാം തീയതി രാവിലെ സാധനം വാങ്ങിക്കാൻ പോകാൻ തലേത്തെ മാസം 24-ാം തീയതി ആകുമ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. സാറേ ആയോ 2-ാം തീയതി ലീവ് വരുന്നില്ലല്ലോ, ഷോപ്പ് ഓപ്പൺ അല്ലേ, എന്നോട് ചോദിച്ചു 24-ാം തീയതി തുടങ്ങും. 2-ാം തീയതി രാവിലെ ആ ഷോപ്പിൽ പോയി 360 ആദ്യം 300 ആയിരുന്നു, 360 370 400 എത്തിപ്പോയി അവർ. ഇതൊന്നും അവര് ഒരു പൈസ പോലും അവർക്ക് നഷ്ടമില്ല. 14-ാം തീയതി 15-ാം തീയതി ആകുമ്പോൾ ഈ 370 340 PV പ്രോഡക്റ്റ് അവർ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ ഡബിളിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത മാസം 2-ാം തീയതി വാങ്ങിക്കാൻ പറ്റും. അവർക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ആർക്കാ ചെയ്യാൻ പറ്റാതെ? അവർക്ക് വല്ല കഴിവ്, വേറെ എക്സ്ട്രാ കഴിവുണ്ട്, വിദ്യാഭ്യാസം കൂടിയിട്ടാണോ? അല്ലല്ലോ. ഇപ്പോഴും പറഞ്ഞ സത്യസന്ധമായി പറഞ്ഞാൽ അവർക്ക് ഈ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റിന്റെ ഇംഗ്ലീഷിൽ പേര് വായിക്കാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അവർക്ക് അറിയത്തില്ല. ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും, ഷാൾ സാർ ടൈപ്പ് ചെയ്ത് കൊടുക്കും, എല്ലാം ആക്കി കൊടുക്കുന്നു. അവർക്ക് ആ പ്രായത്തിൽ ഈ ജോലി തിരക്കിനിടയിൽ അവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ഞാൻ പേരെടുത്ത് പറയാൻ ഞാൻ എപ്പോഴും കുമാരി ചേച്ചി പറയുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നിയ കാര്യമാണ്, എങ്ങനെയാണ് ചേച്ചി ഇത് ചെയ്യുന്നുണ്ടാവുന്നത്. പഠിക്കേണ്ട കാര്യമാണ്, ഞാൻ അടക്കം പഠിക്കേണ്ട കാര്യമാണ്. ഇതാരും ഞാൻ പറഞ്ഞു കൊടുത്തതല്ല, അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. മനസ്സിലാണല്ലോ. ഇപ്പോഴും അവർ 370 PV ചെയ്തു. ഇനി അവർക്ക് 500 PV ചെയ്യാൻ സാധിക്കും. അത്രയും ആൾക്കാർ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർ കൊടുത്ത സോപ്പും പേസ്റ്റും വാങ്ങിച്ച് ഉപയോഗിക്കുന്ന, അവർ കൊടുത്ത കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ എണ്ണം കൂടി തുടങ്ങി. നമ്മൾ ഇപ്പോഴും ഒരു സോപ്പ് കൊടുക്കാൻ ഇപ്പോഴും നാണക്കട നടക്കണം, എന്തെങ്കിലും വിചാരിക്കൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾ ഇപ്പോഴും ഉണ്ട്. 1 വർഷമായിട്ട് 2 വർഷമായിട്ട് പോലും ഒരു പേസ്റ്റിന്റെ കസ്റ്റമറെ കണ്ടെത്താത്ത ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇപ്പോഴും 60 PV ചെയ്യാൻ മടി കാണിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് വെസ്റ്റീജ് ബിസിനസ് ചെയ്യാനാണെങ്കിൽ പരിശ്രമിക്കൂ സുഹൃത്തുക്കൾ, കുറച്ചെങ്കിലും ലോയൽ കസ്റ്റമർ കണ്ടുപിടിക്കാൻ. അതിനു വേണ്ടിയിട്ട് കുറച്ച് മെനക്കെടും. ആൾക്കാർ റിജക്ഷൻ തന്നോട്ടെ, വേണ്ടെന്ന് പറഞ്ഞോട്ടെ, കളിയാക്കിക്കോട്ടെ. അവരോട് എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലേ? അവരെ സ്വന്തം സഹോദരി പോലും ഈ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് പറഞ്ഞ് വാങ്ങിച്ചിട്ടില്ല. അവരുടെ സഹോദരിന്റെ വീട്ടിൽ ഇന്ന് വേറെ ആൾ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഇവരെ ആരോഗ്യ പ്രശ്നം പറഞ്ഞപ്പോൾ ഒരാൾ പോയി സംസാരിച്ചു, നിങ്ങൾക്ക് ഈ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല രീതിയിൽ മാറാൻ പറ്റും, ഇന്ന് പ്രൊഡക്റ്റ് ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ഇതെന്റെ ചേച്ചി ചെയ്യുന്ന ബിസിനസ് ആണല്ലോ. അപ്പൊ തന്നെ വിളിച്ച്, ഇത് നിങ്ങളെ കമ്പനിയിൽ പ്രൊഡക്റ്റ് അല്ലേ? അതേന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ അതിന്റെ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ചേച്ചിന്റെ ഐഡിയിൽ വാങ്ങിക്കാൻ തയ്യാറായിരിക്കാം. ഇത്രയും കാലം അവർ പറഞ്ഞിട്ട് അവരെ സഹോദരി പോലും കേട്ടില്ല. മനസ്സിലായില്ലേ? കസിൻ സിസ്റ്റർ കേട്ടില്ല. ഇപ്പം വേറെ ആൾ വന്ന് വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലായി ഇത് അവർ ചെയ്യുന്ന ബിസിനസ് ആണല്ലോ. മനസ്സിലായി? നമ്മളിത് പറയാം, ആൾക്കാർ കളിയാക്കിക്കോട്ടെ, റിജക്ഷൻ തന്നോട്ടെ, നമ്മൾ പരിശ്രമിക്കാത്തത് കൊണ്ട് മാത്രമാണ്. 1-2 ആളോട് പറയുമ്പോൾ അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനം മാറ്റുന്നതുകൊണ്ടാണ്. ഈ ഒരു കാര്യം ഈ കുമാരി ചേച്ചി ചെയ്യുന്ന കാര്യമില്ല. അവരുടെ താഴെ ഒരു 4-5 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6-7 പേരുണ്ടെങ്കിൽ, ഈ 6-7 പേരും ഇത് സെയിം ഡ്യൂപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുമാരി ചേച്ചിയുടെ വരുമാനം 10,000 രൂപയും. അവർ ഒറ്റയ്ക്ക് മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ ആ ചെറിയ വരുമാനത്തിൽ അവർ നിൽക്കുന്നത്. എന്നാലും എല്ലാ മാസം ജോയിൻ ചെയ്ത് അന്നോട്ട് ഇന്ന് വരെ എല്ലാ മാസം അവരുടെ അക്കൗണ്ടിൽ വരുമാനം കിട്ടിയിട്ടുണ്ട്. ഇന്ന് വരെ വരുമാനത്തിൽ ഒരു 5 പൈസ താഴോട്ട് വന്നിട്ടില്ല, മേലോട്ടേ പോയിട്ട്.
5% ഗ്രോത്ത് ആക്കണം എന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ടുണ്ട്. പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിലും 5% ഗ്രോത്ത് ഉണ്ട്. ഇപ്പം 370 PV, സെൽഫ് PV 370. വരുമാനം 5% ഗ്രോത്ത് വാങ്ങിക്കുന്നുണ്ട്. 16% എത്താറായിട്ടുണ്ട്. വരുമാനം അവിടെയും കൂടും. താഴെ ടീമിൽ ആൾക്കാർ കുറച്ച് ജോയിനിങ് ഉണ്ട്. അവർ ആ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ബിസിനസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരിത് ചെയ്യണമെങ്കിൽ അവരുടെ വരുമാനം 10,000 രൂപയായി. ഒരു 3000 നമ്മൾ 16% എത്തിയിട്ട് ഒരു 3000 പോയിന്റിന് മേലെ എല്ലാ മാസവും 3000 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 90,000 1 ലക്ഷം രൂപയുടെ ബിസിനസ് എല്ലാ മാസവും നിങ്ങളുടെ ടീമിൽ നടക്കുന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ ബിസിനസ് എല്ലാ മാസവും നിങ്ങളുടെ ടീമിൽ നടക്കുന്നുണ്ടെങ്കിൽ 10,000 രൂപയുടെ വരുമാനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പൊ കുമാരി ചേച്ചി വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് 10,000 12,000 രൂപയുടെ സാധനം കുമാരി ചേച്ചി ഒരു മാസം വാങ്ങിക്കുന്നെങ്കിൽ ഒരു 5-8 പേര് താഴെ അതുപോലെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുമാരി ചേച്ചിയുടെ PV ഏകദേശം 3000 PV ആയിട്ടുണ്ടാവും. 10,000 രൂപ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള 4-5 പേര് അവിടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ടീമിൽ കുറച്ച് വ്യക്തികളുണ്ടെങ്കിൽ ആ സ്ഥിരമായിട്ട് ആ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. ഈ ഒരു വരുമാനം ഈ ടീമിൽ 4-5 പേരിൽ ആർക്കും ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ട്രാവൽ ഫണ്ട് അടക്കം കുറച്ചും കൂടെ വരുമാനം കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുന്നു. ഇത് ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് ബ്രോൺ സ്ട്രാക്ടർ വരെ പറയത്തുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് ഞാൻ ഈ പറഞ്ഞിട്ട് എനിക്കറിയാം ഒരു പ്രയോജനമില്ല. ഇത് ആൾക്കാർ കേട്ടിട്ട് കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലൈന് മെസ്സേജ് അയക്കും. ഇന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ആൾക്കാർ ഇത്രയും കേട്ടതിന് ശേഷവും എന്നോട് പറയത്തില്ല, എന്നോട് ചോദിക്കത്തില്ല, അപ്ലൈന് മെസ്സേജ് അയക്കും. അവിടെ നെഗറ്റീവ് ഷെയറുണ്ട്. ഞാൻ ഇവിടെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ ഈ പ്രസന്റേഷനിൽ എപ്പോഴും പറഞ്ഞ ഒരു സോപ്പും ഒരു പേസ്റ്റ് വാങ്ങിച്ച് ബിസിനസ് തുടങ്ങിക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ അത് ഇപ്പോഴും വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന പ്രസന്റേഷനിലേക്ക് കേൾക്കാനും ജോയിൻ ചെയ്യാനും ആൾക്കാർക്ക് താല്പര്യമുണ്ട്. കാരണം ഒരു സോപ്പും പേസ്റ്റും വാങ്ങിച്ചാൽ മതിയല്ലോ, പിന്നെ ഒന്നും വാങ്ങിക്കണ്ട. അങ്ങനെയല്ല കേട്ടോ. ഞാൻ പറയുന്നത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കള്ളത്തരം പറഞ്ഞൊന്നുമല്ല കേട്ടോ. പിന്നീട് 40 PV 60 PV 70 PV 80 PV ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റുകൾ വാങ്ങിച്ചിടാൻ വേണ്ടിയിട്ടാണ്. 40 PV ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും. ആ 40 PV വരുമാനം കിട്ടും. നിങ്ങളുടെ താഴെ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വരുമാനം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. മിനിമം ഒരു 30 PV ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിൽ ബിസിനസ് നടക്കുന്നെങ്കിൽ അതിന്റെ ഈ ബോണസ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ബോണസ് ഹോൾഡ് ചെയ്യത്തില്ല. ഇപ്പൊ സുകുമാരൻ ചേട്ടൻ ഒരു PV ഈ മാസം ചെയ്തുന്നില്ല, താഴെ നല്ല വോളിയം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വരുമാനം കിട്ടത്തില്ല. അദ്ദേഹം അറ്റ്ലീസ്റ്റ് ഇപ്പൊ 16% ബ്രോൺ സ്ട്രാക്ടർ ആയ വ്യക്തിയാണ്. മിനിമം 40 PV ഒക്കെ ചെയ്തേ പറ്റും. മിനിമം 40 അങ്ങ് ചെയ്യണമെങ്കിൽ താഴെ നല്ല വോളിയം ഉണ്ടെങ്കിൽ അതിന്റെ ബോണസ് അദ്ദേഹത്തിന് വാങ്ങിക്കാൻ പറ്റും. ഒന്നും ചെയ്തിട്ടില്ല, താഴെ നല്ല വോളിയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബോണസ് കൊടുക്കത്തില്ല എന്നല്ല, അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. എപ്പോഴാണോ അദ്ദേഹം സെൽഫ് PV ചെയ്യുന്ന 40 PV, അപ്പൊ ഈ ബോണസ് എല്ലാം കയറിയെങ്കിൽ വരും. മനസ്സിലാവും? എല്ലാം കയറി അങ്ങോട്ട് വരും. കഴിഞ്ഞ മാസത്തെ അതിനപ്പുറത്തെ മാസമൊക്കെ വരുമാനം കയറിയെങ്കിൽ വരും. മനസ്സിലാവും? ഒരിക്കലും നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അവിടെ കിടക്കും, ഹോൾഡായി കിടക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിൽ മനസ്സിലാവുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഒരാളും ചോദിക്കാത്തതുകൊണ്ടുള്ള വിഷമം എനിക്കുള്ളൂ. ദയവ് ചെയ്ത് ഇതിന്റെ ഡൗട്ട് നിങ്ങൾ അപ്ലൈനോട് ചോദിക്കരുത്, എന്നോട് ചോദിക്കൂ. ആരെങ്കിലും നിങ്ങളുടെ ഡൗൺലൈൻസിൽ നിന്ന് ഇതിന്റെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നമ്പർ കൊടുത്താൽ കേട്ടോ. എനിക്കറിയാം നമ്പർ ഉണ്ടായാലും ചോദിക്കത്തില്ല, എന്നോട് ചോദിക്കാൻ മടിയാണ്. ചോദിക്കുന്നതായിട്ട് ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു കൊടുക്കാറ്. എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സർ, ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ? ഇഷാര ചോദിക്കും. അതായത് ഇപ്പൊ നമ്മള് 8% ബോണസിലാണ് നിൽക്കുന്നതെങ്കിൽ എന്റെ ഡൗൺ ലൈൻ ഒരു 12% ബോണസിലേക്ക് കയറുകയാണ് ഒരാള്. അപ്പോ എനിക്ക് ആ മന്തിലെ എല്ലാ ഇൻകവും കിട്ടില്ല എന്നാണോ, അല്ലെ ആ പേഴ്സണിൽ നിന്നുള്ള ഇൻകം കിട്ടില്ല എന്നാണോ? ഇഷാര 8% നിൽക്കുമ്പോൾ ഡൗൺ ലൈൻസ് ഒരിക്കലും 12% പോകത്തില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക് 12ലേക്ക് പോകും. അല്ലേ? നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മേലെ പോകത്തില്ല. നിങ്ങൾ ലെവൽ സെയിം ആയിരിക്കും കേട്ടോ. ഒന്നിക്കൽ ലെവൽ സെയിം ആയിരിക്കും. അപ്പൊ നമ്മളെക്കാളും അതായത് ഓക്കെ സർ, താഴെയുള്ള വോളിയം എപ്പോഴും നിങ്ങൾക്ക് എന്തോ പറഞ്ഞ പോലെ തോന്നി. അതെന്താ സംഭവം? ഞാൻ നമ്മുടെ ഡൗൺ ലൈൻസ് നമ്മളെക്കാൾ. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ തന്നെ തരാം. നിങ്ങൾ ചോദിക്കുന്നത് ഇപ്പൊ ഇഷാര ഒന്നും സാധനം വാങ്ങിക്കാതെ അറ്റ്ലീസ്റ്റ് 1-2 സോപ്പും പേസ്റ്റും മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. പക്ഷെ ഡൗൺ ലൈൻസ് നല്ലവണ്ണം സാധനം വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ 10-20 PV ഉള്ളൂ, ഡൗൺ ലൈൻസ് 100 PV ചെയ്തു.
അപ്പൊ നിങ്ങളുടെ ടോട്ടൽ PV 120 ആയിരിക്കും. നിങ്ങൾ 20 PV ഡൗൺലൈൻസ് 100. നിങ്ങൾ ഡൗൺലൈൻസ് 3 പേര് 100 PV ചെയ്തു, നിങ്ങൾ 20 PV ഉള്ളൂ. അപ്പൊ ടോട്ടൽ PV 320 ആവും. നിങ്ങൾ 8% ആവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത 20 PVയുടെ 8% ഇൻകം കിട്ടും. താഴെയുള്ളവർ ചെയ്തതിന്റെ ഒരു 3% കിട്ടും. അവർ 5% നിൽക്കുന്നത് കൊണ്ടാണ്. ഇനി ഈ നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇഷാരന്റെ താഴെ ധനലക്ഷ്മിയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡൗൺലൈൻസ് ധനലക്ഷ്മിയാണ്, ആൾ ഉഷാറാണ്, നല്ല സ്മാർട്ടാണ്. നിങ്ങളിപ്പോൾ 8% ഉള്ളിൽ ധനലക്ഷ്മി ഇപ്പൊ തന്നെ ഒരു 10,000 രൂപക്ക് സാധനം ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്യാണ്. അവർ 8% പോയി എന്ന് വിളിച്ചു. നിങ്ങൾ 8 ഉള്ള, അവർ 8 ഉള്ള, അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. പക്ഷെ മറ്റേ 2 പേര് 5% ഉള്ളൂ എങ്കിൽ ആ 5%-ൽ നിന്ന് 3% കിട്ടും. ധനലക്ഷ്മി 8 ആയതുകൊണ്ടും നിങ്ങൾ 8-ൽ ഇരിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് അതിനകത്തൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് ധനലക്ഷ്മിന്റെ ബോണസ് കിട്ടണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 12 എത്തണം. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് 4% കിട്ടും. ധനലക്ഷ്മി ചെയ്ത 300 PVയുടെയും 4% നിങ്ങൾക്ക് വരുന്നുണ്ടോ. അതുകൊണ്ടാണ് നമ്മളെ എല്ലാ അപ്ലയൻസും പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 40 ചെയ്തിട്ട് കുറേശ്ശെ മുന്നോട്ട് പോകും. താഴെ ഒരു ടീം നല്ല ശക്തമായി വരുമ്പോൾ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഞാൻ 8% നിൽക്കുമ്പോ ഇപ്പൊ ഈ പറയുന്ന ധനലക്ഷ്മി എന്ന് പറയുന്ന മാം നേരിട്ട് 12ലേക്ക് അല്ല 8% തന്നെ പർച്ചേസ് ചെയ്തു വിചാരിക്കാം. മീൻസ് 10,000 പർച്ചേസ് നടത്തി 8% ആയി. അപ്പൊ ആ PV എന്റെ ഗ്രൂപ്പ് PVയിൽ ആഡ് ആകുന്ന സമയത്ത് ഞാൻ 12ലേക്ക് മൂവ് ആവില്ലേ? മീൻസ് 12ലേക്ക് മൂവ് ആവണമെങ്കിൽ ടോട്ടൽ PV 2,400 ആവണം. അല്ല, ആ PVയുടെ ഷോർട്ടേജ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ കേരളി. നിങ്ങൾക്ക് ഇപ്പം 2000 PV ആയിട്ടുണ്ട്. 12% ആവാൻ വേണ്ടി 400 PV ഷോർട്ടേജസ് ഉണ്ടെങ്കിൽ താഴെ വന്നാൽ നിങ്ങൾ 12-ലുണ്ടാവും, അവർ 8-ലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചെറുതായിട്ടെങ്കിലും എല്ലാ മാസവും അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കൂ. അപ്പൊ നിങ്ങൾ PV കയറി മുന്നോട്ട് പോകുന്നുണ്ടാവും. പെട്ടെന്ന് താഴെ കുറെ ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത PV താഴെയുള്ളവർ PV ആഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ എളുപ്പമായി. അതാണ് ഈ പല ആൾക്കാരും ചെയ്യുന്നത്. അറിയോ, താഴെ ടീം വരട്ടെ, അവർ വാങ്ങിക്കുമ്പോഴല്ലേ നമുക്ക് ഇന്ന് ചെയ്യേണ്ടു എന്നിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത്. നമ്മളെപ്പോഴും നമുക്ക് യൂസ് ചെയ്യാനുള്ള സാധനം എല്ലാ മാസവും ഇതിൽ നിന്ന് വാങ്ങിക്കുക. അതുപോലെ ഉപയോഗിക്കുന്ന 1-2 ലോയൽ കസ്റ്റമറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഇഷാര, ഞാൻ ഉദാഹരണം പറഞ്ഞോ, ഇഷാര ചിലപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് വെച്ചോ, അധികം സാധനം വാങ്ങിക്കാൻ പറ്റാത്ത ഫാമിലിയാണെന്ന് വെച്ചോ, എനിക്ക് അത്രേ വേണ്ടു, 1,500 2,000 രൂപക്കുള്ള സാധനം എനിക്ക് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ബിസിനസ് മൈൻഡിലേക്ക് ചിന്തിക്കാം. ഈ ഞാൻ വാങ്ങിക്കുന്നത് പോലെ 1-2 കസ്റ്റമർ എനിക്ക് കൂടെ ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ PV, എന്റെ കമ്മിറ്റ്മെന്റ് ആണ് പേഴ്സണൽ PV ചെയ്യാന്നുള്ളത്. അത് എങ്ങനെയെങ്കിലും ഞാൻ ചെയ്യണം എന്ന രീതിയിൽ 1-2 കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയോടോ സഹോദരനോ പറഞ്ഞ് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് 1-2 സോഫ്റ്റ് പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 40 നിലത് 60-ലെത്താനോ അല്ലെങ്കിൽ 100-ലെത്താനോ സാധിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ 60 തന്നെ തുടർന്ന് പോയി കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ സഹോദരനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കും കുറച്ച് സാധനം അധികം വേണ്ടി വരും, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടപ്പോൾ. അപ്പൊ നിങ്ങൾ പതുക്കെ 100-ലേക്ക് പോകുന്നുണ്ടാവും. ഈ 60 4 മാസം കഴിയുമ്പോൾ നിങ്ങൾ ആവശ്യം 160 കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നിങ്ങൾ താഴെയുള്ള PV കയറി നിങ്ങൾ കയറി പോകുന്നുണ്ടോ ഓട്ടോമാറ്റിക്. പെട്ടെന്നായിരിക്കും നല്ലൊരാൾ താഴെ കയറി വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് 12-ലേക്ക് പോകാൻ സാധിക്കും. എപ്പോഴും വേറൊരു കാര്യം ചോദിച്ചോ സർ. ഇപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പൊ ഞാൻ അനദർ കമ്മിങ് 2 മന്ത്സിലേക്ക് 40 PVക്ക് പർച്ചേസ് ഞാൻ ചെയ്തില്ല എന്റെ ഐഡിയയിൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 മാസത്തെ ഇൻകം എനിക്ക് ഹോൾഡ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ അത് കട്ട് ഓഫ് ആകും? കട്ട് ഓഫ് ആവത്തില്ല. നിങ്ങളുടെ താഴെയുള്ള വ്യക്തി 5%-ലാണെങ്കിൽ അത് ഹോൾഡ് ആയിട്ട് അടുത്ത മാസം തരും. നിങ്ങളുടെ താഴെയുള്ള വ്യക്തി സെയിം ലെവൽ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നുമില്ല, നിങ്ങൾ 0 ആണ്. കാരണം നിങ്ങളുടെ പെർഫോമൻസ് ഇല്ല. കാരണം പെർഫോമൻസ് ബോണസാണ് നമുക്ക് ഈ ലെവലിൽ കിട്ടത്തുള്ളൂ. നമ്മൾ 16% ആവുന്നത് വരെ നമുക്ക് പെർഫോമൻസ് ബോണസാണ്. എന്ന് വെച്ചാൽ ഇഷാര ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല, നിങ്ങൾ താഴെയുള്ളവരെ പർച്ചേസ് ചെയ്യുമെങ്കിൽ പെർഫോമൻസ് അവരൊക്കെ ഉള്ളൂ, നിങ്ങൾക്ക് പെർഫോമൻസ് ഇല്ല. പെർഫോമൻസ് വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു പുതിയ ജോയിനിങ് നടത്തി അവർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പെർഫോമൻസ് ഉള്ള വ്യക്തിയാണ്. ക്ലിയർ ആണ്? നിങ്ങൾക്ക് ചെറിയൊരു പെർഫോമൻസ് നിങ്ങൾ ചെയ്തു, ഒരാളെങ്കിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു, അത് നിങ്ങളുടെ പെർഫോമൻസ് ആണ്. നിങ്ങളും കുറച്ച് പർച്ചേസ് ചെയ്തു, അത് നിങ്ങൾ പെർഫോമൻസ്. അവിടെയാണ് പെർഫോമൻസ് ബോണസ് ചെയ്യുന്നത്. നമുക്ക് 16% വരെയും പെർഫോമൻസ് ബോണസ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം പുതിയ ജോയിനിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ആൻഡ്രയ എന്ന വ്യക്തി ഇഷാരനോടുള്ള സ്നേഹം കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ പിടിച്ചു നിർത്തിക്കും, നിങ്ങളുടെ ലീഡർഷിപ്പിൽ ആയതുകൊണ്ട് നിങ്ങൾ എങ്ങനെ പിടിച്ചു നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് കിട്ടുന്ന 1-2 ജോയിനിങ് നിങ്ങളെ താഴെ കൊണ്ട് സെറ്റാക്കി തരും. അപ്പൊ അവർക്ക് കിട്ടേണ്ട പെർഫോമൻസ് ബോണസ് കൂടി നിങ്ങളിലേക്ക് വരുവാണ്. അവർക്ക് കിട്ടേണ്ട പൈസയാണ്, അവരാണ് പെർഫോം ചെയ്തത്. അവർ ആ പെർഫോമൻസ് ബോണസ് വേണ്ട എന്ന് വെക്കുകയാണ്. അത് വേണ്ട, ആ ഒരു 100 രൂപ എനിക്ക് വേണ്ട, അത് ഇഷാരക്ക് വാങ്ങിച്ചു കൊടുത്ത് ആ വരുമാനം നിങ്ങളിൽ എത്തിച്ച് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരുവാണ്.
നിങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താനും നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ലീഡർഷിപ്പ് കുറച്ചും ഉയർന്നു വരുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതിൽ ചാർജ് ആവുന്നുണ്ടോ? ചെറുതായി ചാർജ് ആവുന്നുണ്ടോ? പക്ഷെ ഇവിടെ പല ആൾക്കാരും പ്രശ്നം വെച്ചാൽ നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വരുന്ന നല്ല നല്ല ജോയിനിങ് നിങ്ങളുടെ താഴെ സെറ്റാക്കി തരും. ചിലപ്പോൾ വേറൊരു ടീം പോലും സെറ്റാക്കാതെ ഇഷാരനെ പിടിച്ചു നിർത്താൻ വേണ്ടി ആൻഡ്രേക്ക് വന്നിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ നിങ്ങളെ താഴെ തരും. വേറെ ടീം പോലും നടത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആൻഡ്രേനേക്കാളും കൂടി വരുമാനം ഇഷാരക്ക് വരും. ചിലപ്പോൾ ഒരു 100 രൂപ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാവും. ആൻഡ്രേക്ക് പെർഫോമൻസ് ബോണസ് ഇല്ല. കാരണം പെർഫോമൻസ് മുഴുവൻ നിങ്ങൾ കാണിക്കുന്ന സിസ്റ്റത്തിൽ കാണുന്നു. കാരണം നിങ്ങളെ താഴെയാണ് അവർ ജോയിൻ ചെയ്യിപ്പിച്ചത്. കമ്പനി നോക്കുമ്പോൾ ഇഷാര അടിപൊളി വർക്ക്, സൂപ്പർ വർക്കാണ്. അവർക്ക് അറിയത്തില്ല ഇത് ആൻഡ്രയെ കൊണ്ട് ജോയിൻ ആക്കിയതാണെന്നോ. സിസ്റ്റം നോക്കുമ്പോൾ നിങ്ങളെ താഴെ നല്ല ജോയിനിങ്, നല്ല PV കയറി വന്നിട്ടുണ്ട്. ആൻഡ്രയും 8% ഉള്ളത്, ഇഷാരയും 8% അപ്പൊ മുഴുവൻ താഴെ വന്ന വോളിയം മുഴുവൻ നിങ്ങൾക്ക് വരും, വരുമാനം കിട്ടും നിങ്ങൾക്ക്. ആൻഡ്രയെ പാവം നിങ്ങൾ ഉദാഹരണം കേട്ടോ, ഞാൻ പറഞ്ഞ ഉദാഹരണമാണ്, എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ താഴെ വന്നു, അവർക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല, അവർക്കറിയാം ഒന്നും കിട്ടില്ല എന്ന് അവർക്കറിയാം. പക്ഷെ എന്നാലും അവർ നിങ്ങളെ എങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം എത്തിക്കാൻ ശ്രമിക്കും. ഒരു 1000 രൂപയെങ്കിലും വരുമാനം വാങ്ങിച്ചാൽ അവർ കഷ്ടപ്പെടുന്നുണ്ടോ? അവർക്ക് മനസ്സിലായി. പിന്നെ 1000 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്ക് മനസ്സിലായി. നേരെ അവർ അടുത്തൊരു ടീമിനെ സെറ്റ് ആക്കുന്നുണ്ടോ? ആദ്യത്തെ പെർഫോമൻസ് ബോണസ് ഒന്നും വേണ്ടാന്ന് വെക്കണം പല ആൾക്കാരും. അങ്ങനെ 2-3 ടീമിനെ സെറ്റ് ആക്കിയതിന് ശേഷം അപ്പോഴേക്കും ഈ PVനോട് ചേർന്നിട്ട് ആൻഡ്രേ 16% പോകുന്നുണ്ടോ? മനസ്സിലായില്ല. 16% എത്തുമ്പോൾ അവർക്ക് ബ്രോൺസ് ഒരു ഗുണവും അതൊക്കെ അവരുടെ ബിസിനസിന് വേണ്ടിയാ, വെറുതെയാ. രാജേഷ് പോയി കിടന്നുറങ്ങി പോയിട്ട് കേട്ടോ. ഓക്കെ, അതാ പറഞ്ഞ ഈ അറിയാത്ത വ്യക്തികൾ, ബിസിനസ്സിൽ ഇതുവരെ ജോയിൻ ചെയ്ത വ്യക്തികൾ ഇങ്ങനത്തെ മീറ്റിംഗ് കൊണ്ടുവരുത് കേട്ടോ. ജോണി ആയാലും ആരായി കഴിഞ്ഞാലും ഈ ഒരു പ്രസന്റേഷനിലേക്ക്, നമ്മുടെ ഫാമിലി പ്രൊഡക്റ്റ് മീറ്റിംഗിലേക്കും ഫാമിലി മീറ്റിംഗിലേക്കും പുതിയ ആൾക്കാരെ കൊണ്ടുവരാതിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, മനസ്സിലായി. അവർ ആദ്യമായിട്ട് ഇതെന്താണ് സംഭവം അറിയാത്ത, ഉടായിപ്പോന്നൊന്നും അറിയാത്ത വ്യക്തികളാണ്. ഓക്കെ, ഇനി ഇഷാരക്ക് ക്ലിയർ ആയോ? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ സർ, ക്ലിയർ ആയി, താങ്ക് യു. ഇത് ഇഷാര ചോദിച്ചതുകൊണ്ട് എനിക്ക് പറയാനും കുറച്ച് എളുപ്പമായി. കാരണം ഇന്ന് പല ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. ഇവിടെയുള്ള പല ഡൗൺലൈൻസിനെയും സപ്പോർട്ട് ചെയ്യുന്നത് അപ്ലൈൻസ് ആയിരിക്കും. കാരണം എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതിൽ പിടിച്ചു നിർത്താനും നിങ്ങൾക്ക് ഇതിൽ വരുമാനം ചെറുതായിട്ട് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അപ്ലൈൻസ് ഓരോരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ഇതിലുണ്ടെങ്കിൽ മാത്രമേ, ഇപ്പം ഇഷാര എന്ന വ്യക്തിയെ ഇതിൽ പിടിച്ചു നിർത്തി ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ താഴെ ഒരു ടീം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വരുമാനം ഒരു 5000-ഓ 10000-ഓ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ഓട്ടോമാറ്റിക് ആ ടീമിനെ കൊണ്ടുപോകും. എന്നാലും അവർ വിടത്തില്ല. അതിന് ഒരു 25,000 30,000 വരുമാനം ആക്കുന്നത് വരെ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം 1 ലക്ഷം രൂപയൊക്കെ വരുമാനം ഇഷാരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് നമ്മൾ ആരും വരേണ്ടി വരത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഭീമാ മാഡത്തിന്റെ കൂടെ ഞാൻ പോകേണ്ട ആവശ്യമില്ല. അവർ ഒറ്റക്കാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. സ്വന്തമായിട്ട് പ്രസന്റേഷൻ, സ്വന്തമായിട്ട് ടീം മീറ്റ്, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി ഒരിക്കലും ഞാൻ ഇല്ലെങ്കിൽ പോലും അവർക്ക് ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ക്രിയേഷൻ ചെയ്യേണ്ടത്. അതുപോലുള്ള ഭീമാ മാഡത്തിനെ പോലുള്ള, സുരേഷ് സാറിനെ പോലുള്ള ഒരു 10 ലീഡർ എനിക്ക് ഉണ്ടെങ്കിൽ എൻ്റെ 3 ജനറേഷൻ സേഫാണ്. ഇതാണ് ഈ ബിസിനസ്. ഇതിന് വേണ്ടിയിട്ടാണ്, ഈ പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഇതിലെ പല ആൾക്കാരും ഇതിന് ആക്റ്റീവ് ഇൻകമാണ് നോക്കി നിൽക്കുന്നത്. അല്ല, ഈ 200 രൂപയോ 500 രൂപയും 1000 രൂപയും വരുമാനത്തിലാണെങ്കിൽ നിങ്ങൾ ആരും വെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്കൊരു സാധാരണ രീതിയിൽ ഒരു തൊഴിലുറപ്പിന് പോയാൽ പോലും 700, 900, 1000 രൂപ നാട്ടിൽ കിട്ടും. പിന്നെ എന്തിനാ വെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾ വെസ്റ്റേജിൽ വന്നിരിക്കുന്നത് ലൈഫ് ലോങ് പാസീവ് ഇൻകത്തിനും നമ്മളില്ലെങ്കിൽ പോലും നമ്മളെ കുടുംബം സേഫ് ആവുന്ന രീതിയിൽ ഒരു വരുമാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ശിതാ മേഡം തന്നെയല്ലേ. അവരുടെ വീട്ടിലേക്ക് ഇപ്പോഴും സുരേഷ് സാർ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. അവർ ചെയ്യുന്ന സമയത്ത് അവരെ വൈഫ് ആദ്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് വരുമാനം കിട്ടിയപ്പോഴാണ് വൈഫ് സമ്മതിച്ചത്. ഇന്ന് മേഡമാണ് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നത്. അവരില്ലെങ്കിൽ പോലും ആ വീട്ടിലേക്ക് ഒരു വരുമാനം വരുവാണ്. 1,70,000 80,000 വരുമാനം, മാസം വരുമാനം അവർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അവർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും സെൽഫ് PV 100 PV ചെയ്താൽ പോലും അവരുടെ വീട്ടിൽ 3000 രൂപയുടെ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പോലും അവർക്ക് 1,70,000 80,000 വരുമാനം വരും. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയുള്ള ബിസിനസ് അവിടെ സുരേഷ് ചെയ്തു വെച്ചിരിക്കുന്നത്. അന്ന് അദ്ദേഹം വീട്ടുകാരും അച്ഛനും അമ്മമാരും വണ്ടി ഓടിച്ച് ഓട്ടോറിക്ഷ ഓടിച്ചു ചെങ്ങായിമാരും മുഴുവൻ കളിയാക്കിയ സമയത്തും അദ്ദേഹം ആ ബിസിനസ് വിടാതെ ചെയ്തത് അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാനും എൻ്റെ ഫാമിലിക്ക് വേണ്ട ബിസിനസ് ചെയ്യുന്നത്. ഇവിടെയുള്ള പല ആൾക്കാരും അവരുടെ ഫാമിലി സെക്യൂർ ആക്കാൻ വേണ്ട ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾ ആരും ഈ ആദ്യം വരുന്ന 100 രൂപ 200 രൂപ 500 രൂപ ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടി ടെൻഷൻ അടിക്കാതിരിക്കുവാണെങ്കിൽ ഈ ബിസിനസ് വലിയ ബിസിനസ്സായി കൊണ്ടുപോകാൻ സാധിക്കും. വലിയ ബിസിനസ് ആണിത്. ആക്ച്വലി വലിയൊരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് ലൈഫിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ബിസിനസ്സാണ്. രാഷ്ട്രീയത്തിൽ പോയി ഒരു MLA MP ആയി പോയി ഞാൻ ഇത്തിരി വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ അഴിമതിയിൽ ഉണ്ടാക്കുന്ന പൈസയാണ്.
അവിടെ ഒരു നല്ലൊരു MLA MP ക്കും ഇത്ര പൈസ ഒന്നും ഇല്ല. സത്യസന്ധമായിട്ടുള്ള ഒരു MLA യും MP യും മന്ത്രിമാർ ആരും ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഒരിക്കലും അധികം പൈസയില്ല. ബാക്കിയെല്ലാം അഴിമതിയിൽ ഉണ്ടാക്കിയ പൈസയാണ്. സാധാരണ രീതിയിൽ നല്ലൊരു മന്ത്രിക്ക് ചെറിയ പൈസയുണ്ട്. അതിനേക്കാളും നിങ്ങൾക്ക് കൂടെ പൈസ ഉണ്ടാക്കും. ഞാൻ എന്തിനാ രാഷ്ട്രീയം ഇതിൽ ഉൾപ്പെടുത്തുന്നത് വെച്ചാൽ അവിടെ വിദ്യാഭ്യാസം ആവശ്യമില്ല അല്ലേ, അവിടെ ഒരു പഠിപ്പ് ഒന്നും വേണ്ട. 6ാം ക്ലാസ് പഠിച്ചവന് മുഖ്യമന്ത്രി ആവുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 6ാം ക്ലാസ് പഠിച്ചവനും 4ാം ക്ലാസ് പഠിച്ച് സ്കൂളിൽ പോകാനാവുന്ന ആൾക്കാരും ഇവിടെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം ഇതിൽ ഉൾപ്പെടുത്തി കേട്ടോ. അത് ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇതിൽ വളരെ സിമ്പിൾ. നിങ്ങൾ എല്ലാവരും ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരിക്കലും ആദ്യത്തെ ഒരു 100 രൂപയും 200 രൂപയും വരുമാനം കണ്ടിട്ട് ഈ ബിസിനസ്സിന് വിലയിരുത്താതിരിക്കാം അല്ലെ. ഇതിലുള്ള സുഷിത മാഡത്തിനും ഭീമ മാഡത്തിനൊക്കെ അറിയാം, പണ്ടത്തെ ആൾക്കാർക്ക് അറിയാമല്ലേ. അവർ 33 രൂപയൊക്കെ എന്നോട് വഴക്കൂടിയ ആൾക്കാരാണ്. ആദ്യത്തെ മാസം ചെറിയൊരു 1000 രൂപക്ക് സാധനം വാങ്ങിച്ചപ്പോൾ 33 രൂപ ഇൻകം വന്നത് എന്നോട് വഴക്കൂടിയ ആൾക്കാരാണ്. അവരൊക്കെ ആദ്യമൊക്കെ എല്ലാവരും ഇതിൽ പല ആൾക്കാരും ഇതിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വലിയ വലിയ ഇൻകം വാങ്ങിക്കുന്ന പല ആൾക്കാരും ആദ്യം കിട്ടിയ 90 രൂപയും 94 രൂപയും 95 രൂപക്കൊക്കെ വഴക്കൂടിയിട്ടുണ്ട്. താഴെ വ്യക്തിക്ക് 236 കിട്ടി, എനിക്ക് ആകെ 90 രൂപ കിട്ടിയിട്ടു എനിക്ക് കരഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. താഴെ വ്യക്തിക്ക് 216 രൂപ കിട്ടി, എനിക്ക് 90 രൂപ കിട്ടിയിട്ടു പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരെ മനസ്സിലാക്കി അത് പ്രശ്നമില്ല എന്ന് കളഞ്ഞ് ഇതിൽ നിന്ന വ്യക്തികളൊക്കെ ബിസിനസ്സിലുണ്ട്. ക്ലിയർ ആണോ? കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ? ഇപ്പോഴും എനിക്കറിയാം, ഇപ്പോഴും 8% അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഇതിനകത്തുണ്ടോ? കുഴപ്പമില്ല, പഠിക്കണം, ശ്രമിക്കണം. ദയവ് ചെയ്ത് ഇതിൻ്റെ അകത്ത് നെഗറ്റീവുകൾ എടുക്കാതിരിക്കുക. പിന്നെ ഉള്ള ഇഷാരക്കളിലുള്ള സംശയം എന്തായിരിക്കും വെച്ചാൽ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത് പല ആൾക്കാർക്ക് സംശയം ഉണ്ടല്ലോ. ഇതിൽ പല ആൾക്കാരും ചില അപ്ലയൻസിൽ പറയാറുണ്ട് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ നിന്ന് ചിന്തിക്കുന്ന ആൾക്കാരും നമ്മൾ ഒരൊറ്റ വാക്യേ പറഞ്ഞിട്ടുള്ളൂ, ചേഞ്ച് യുവർ ഷോപ്പ് എന്ന് പറഞ്ഞു അല്ല. ഒരു സോപ്പും പേസ്റ്റും വാങ്ങിച്ച് ബിസിനസ് തുടങ്ങിക്കോളൂ. നിങ്ങൾ ചേഞ്ച് യുവർ ഷോപ്പിലൂടെ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ചേഞ്ച് യുവർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ, ആ സാധനങ്ങളൊക്കെ വെസ്റ്റേജിലുണ്ടെങ്കിൽ അത് വെസ്റ്റേജിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് നിങ്ങളുടെ ഓൺ സ്ഥാപനമാണ് വെസ്റ്റേജ്. നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനം മുഴുവനായിട്ടും വെസ്റ്റേജിൽ നിന്ന് വാങ്ങിക്കാൻ തയ്യാറാവുക എന്നുള്ളത്. ചിലപ്പോൾ 1, 2, 3 രൂപ 4, 5 രൂപ കൂടുതലായിരിക്കും. നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും കൂടുതലായിരിക്കും, 5 രൂപ 10 രൂപ കൂടുതലായിരിക്കും. അത് മൈൻഡ് ചെയ്യണ്ട, അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇതിലേക്ക്. ഇനി എന്തെങ്കിലും ക്ലാരിറ്റി വേണം? ഇനി 10-20 മിനിറ്റ് സമയമുണ്ട്. എന്തെങ്കിലും ഞാൻ ആഡ് ആക്കണമെങ്കിൽ അതും കൂടെ പറഞ്ഞോട്ടെ. നിങ്ങളുടെ അപ്ലയൻസിന് ആർക്കെങ്കിലും നിങ്ങളുടെ ഡൗൺലൈൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന നെഗറ്റീവ് എന്തെങ്കിലും ചോദിച്ചാൽ അതുകൊണ്ട് ഞാൻ ക്ലിയർ ആക്കി തരാം. അപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റും. ആർക്കെങ്കിലും വേണോ? ഭീമ മാഡത്തിനോ ശ്രീജ മാഡത്തിനോ സുഷിത മാഡത്തിനോ ആർക്കെങ്കിലും എന്തെങ്കിലും സാഹുൽ സാർ എന്തെങ്കിലും നിങ്ങളുടെ ഡൗൺലൈൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന നെഗറ്റീവ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ആക്കി കൊടുക്കാം. അപ്ലയൻസും ചോദിക്കാൻ കുഴപ്പമില്ല. ഇങ്ങനെ നെഗറ്റീവ് എപ്പോഴും ചോദിക്കുന്നുണ്ട് സാറേ, അതൊന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ക്ലിയർ ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡൗൺലൈൻസിന് വിഷമം വേണ്ട കേട്ടോ, ക്ലിയർ ആക്കി തരാം. സാർ ചോദിച്ചു അഞ്ജലി. സാർ ഈ ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ലേ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തരുമോ? ഗ്രീൻ ഐഡി ആണോ? ആ ഗ്രീൻ ആയി എന്തോ ഒരു ഗ്രീൻ വെച്ചിട്ട് എന്തോ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ എനിക്കത് കറക്റ്റ് അറിയത്തില്ല. എപ്പോഴാണ് അഞ്ജലി ഇത് കേട്ടത്? മാർച്ച് മാസമാണോ കേട്ടത്? കഴിഞ്ഞ മാസം കേട്ടതാണോ? ഇത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ അച്ചീവേഴ്സ് മീറ്റിൽ ഒരു പുള്ളിക്കാരി പറഞ്ഞത് കേട്ടതാ. ശ്രീജ മാഡം പറഞ്ഞല്ലേ? അല്ല, ശ്രീജ മാഡം അല്ല, വേറെ ഒരു പുള്ളിക്കാരി സംസാരിച്ച പേരെനിക്ക് ഓർമ്മയില്ല. അത് കറക്റ്റ് മാർച്ച് പുള്ളിക്കാരി 8-ന് നടന്ന മാർച്ച് 8-ന് വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് കമ്പനി ഗ്രീൻ ഐഡി അത് കഴിഞ്ഞു. ഇനി അടുത്ത വർഷമേ ഉള്ളൂ. അതാണ് നിങ്ങൾ ഇത്രയും ദിവസം മീറ്റിംഗ് കേട്ടില്ല. ആ ഒറ്റ കാര്യം ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. അത് ഒരു ദിവസത്തെ ഓഫറാണ്. അത് കഴിഞ്ഞു. ഒരു ദിവസത്തെ ഓഫറാണ്. അന്നത്തെ ദിവസം ഐഡി എടുക്കുന്ന വ്യക്തിയുടെ ഐഡി ഗ്രീൻ ഐഡി ആയിരിക്കും. അതായത് മാർച്ച് 8-ന് മാർച്ച് 12 ഈ 4 ദിവസം വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് ഒരു ഓഫർ തന്നു. അത് കഴിഞ്ഞു അഞ്ജലി. അതാണ് അഞ്ജലിക്ക് സംശയം. അത് ഗ്രീൻ ഐ ഡി അത് അന്നത്തെ ദിവസം മാത്രമാണ് കേട്ടോ. അത് ഓട്ടോമാറ്റിക്കലി ഗ്രീൻ ഐ ഡി ആയി മാറും. അല്ല, ഞാൻ അത് അന്നാ കേൾക്കുന്നേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അത് വേറെ ഒന്നും ഡൗട്ടൊന്നുമില്ല. അഞ്ജലി നമ്മളെ ജാസ്മിന്റെ ടീമിലെ അഞ്ജലി അല്ലേ? അതെ സാർ. ഓക്കെ. വേറെ അഞ്ജലിക്ക് ഈ ബിസിനസ്സിൽ ഒരുപാട് ഡൗട്ട് വരേണ്ടതാണ്. എനിക്കറിയാം അഞ്ജലി ഇതിലധികം ഫോക്കസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ബിസിനസ്സിൽ ഫോക്കസ് ആയിട്ടില്ല എന്ന് മാത്രമല്ല പരിപൂർണമായിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഡിലേ ആയിപ്പോൾ. നിങ്ങളൊക്കെ ഈ ബിസിനസ് ചെറുതായിട്ടൊന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ജാസ്മിക്ക് നിങ്ങൾ എവിടെ എത്തിക്കാൻ പറ്റുന്നവരും 100% നിങ്ങൾ തീരുമാനം എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എവിടേക്കോ എത്തിക്കാൻ പറ്റുമല്ലോ. നിങ്ങളൊക്കെ സപ്പോർട്ട് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. പക്ഷെ അത് കിട്ടുന്നില്ല. ഫുൾ ടൈം ആയിട്ടൊരു സപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ എത്തിച്ചു എവിടെയെങ്കിലും. കാരണം അവർക്ക് വേണ്ടുന്നത് ഈ ബിസിനസ്സിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന ഡൗൺലൈൻസിനെ വേണ്ടത്.
കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐഡിയ എടുക്കാൻ നിങ്ങളുടെ കൂടെ ഒരു ജോയിനിങ് വന്നു കഴിഞ്ഞാൽ ഐഡിയ എടുക്കാൻ പറ്റുന്നു. ഞാനിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. ഞാൻ ഇതിൽ ചില ടീംസിലൊക്കെ എൻ്റെ സൈഡ് ടീമാണ് അവിടെ ടോപ്പ് ലീഡർമാർ ഉണ്ടായിട്ട് പോലും അവിടെ ഇപ്പോഴും ഞാൻ ഐഡിയ എടുക്കാൻ വേണ്ടി സമയമില്ലാണ്ട് മാറ്റി വെച്ചിരിക്കും. എനിക്ക് ഐഡിയ എടുക്കാൻ സമയമില്ല, KYC ചെയ്യാൻ സമയമില്ല. ഞാൻ പേരൊന്നും പറയത്തില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ഞാനാണോ സാറേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 2-3 ടീംസിൻ്റെ താഴെ ഐഡിയ എടുക്കാൻ എനിക്ക് ആളില്ലാഞ്ഞിട്ട് ബ്രോൺസ് ഫാക്ടറി ആ ടീമൊക്കെയാണ് ഐഡിയ എടുക്കാനും KYC ചെയ്യാൻ പറ്റാൻ ഇപ്പോഴും ഞാൻ എടുത്തുകൊണ്ടിരിക്കും. ഇത് സങ്കടം വരും. മനസ്സിലായില്ല? അതും ടീമിനെ ആക്കി കൊടുത്തത് നമ്മൾ തന്നെയാണ്. സൈഡ് ടീമാണ് എനിക്ക് ആക്കി കൊടുക്കണല്ലോ. ആ ടീമിൽ ജോയിനിങ് ആക്കി കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. അവർക്ക് പർച്ചേസ് ചെയ്തെടുക്കുന്ന ഞാൻ, അവർ ഐഡിയ എടുക്കാൻ ഞാൻ, അവർക്ക് അതിൻ്റെ താഴെയും ജോയിനിങ് ആക്കി കൊടുക്കുന്നത് ഞാൻ തന്നെ. ഇവരിങ്ങനെ വിലസി നടക്കുകയാണ്, എക്സ്ക്യൂസ് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും വരുമാനം വരുമ്പോൾ 500 കുറഞ്ഞ അപ്പം വിളിക്കുക തന്നെ, സാറേ എന്താ 500 കുറഞ്ഞു വരുന്നത്? ഇങ്ങനെ വിളിക്കാൻ മാത്രമുള്ള ആൾക്കാരുണ്ട്. എന്താ 500 കഴിഞ്ഞ വർഷം കുറഞ്ഞു പോയല്ലോ. താഴെയുള്ള വ്യക്തി 16% ആയിരുന്നോ 12% നോക്കത്തില്ല. ഈ PV ഒക്കെ വന്ന് അവിടെ നിന്നാണ്. അവർ കറങ്ങി നടന്നപ്പോൾ അറിയാതെ അക്കൗണ്ടിൽ പൈസ വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ മാസം വന്നതിനേക്കാൾ 500 കുറഞ്ഞു പോയി. അതെന്താണ് സാറേ എന്ന് പറഞ്ഞപ്പോൾ താഴെ ഒരാൾ 16%. ഇത് ഞാൻ വിശദീകരിച്ചോളൂ മനസ്സിലാവില്ല. വിശദീകരിച്ചു കൊടുത്താലും മനസ്സിലാവുന്നില്ല. വീണ്ടും അടുത്ത മാസം വീണ്ടും 500 കുറയും. അതെന്താ പറഞ്ഞ് മറ്റേ ടീമിലെ ആൾക്കാരും 16% ആയി. അപ്പൊ ഞാനൊരു വാക്ക് പറയും, അടുത്ത മാസം കൂടി കിട്ടത്തുള്ളൂ, പിന്നെ കിട്ടത്തില്ല. കാരണം അവർ പിന്നെ ഒരാളും കൂടിയുള്ളൂ, അതും 16%. പിന്നെ ഇവരൊന്നുമില്ല. ആ 40 വീട് 500 അല്ല 40 PVയുടെ 80-60 രൂപ കിട്ടത്തുള്ളൂ. അപ്പോഴാണ് ഇവർ നിർത്തിപ്പോവുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇയാൾ കുറേ കാലം മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം കാണുന്നില്ല സാർ, അയാളെ കാണാനില്ല, അയാളെ പോയി, അയാൾക്ക് ഇൻകം കിട്ടാനിട്ടാണോ? ഞാനെന്താ പറയുക, ഇൻകം കിട്ടാനിട്ടാണ്. താഴെയുള്ളവൻ കഷ്ടപ്പെട്ട് PV കൊണ്ടുവന്നാന്ന് അവർ അറിയത്തില്ല. കമ്പനി പെർഫെക്റ്റ് ആണ്, പണി എടുക്കുന്നവർക്ക് മാത്രമേ പൈസ കൊടുക്കത്തുള്ളൂ. മനസ്സിലാവും? പണി എടുക്കുന്നവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പല ആളുകളോട് ഞാൻ പറയാം, നിങ്ങൾ മാറി നിൽക്കല്ലേ, ബിസിനസ്സിൽ നിൽക്കൂ, ഇൻവോൾവ് ആവും, സീരിയസ് ആവും. ആദ്യം കുറച്ച് വരുമാനം കുറവായിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ഇതിൽ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. കുറച്ച് ചെയ്യുമ്പോൾ കളയാതിരിക്കൂ, ബിസിനസ് കണ്ടിന്യൂ വർക്ക് ചെയ്യും. ഇനി ആരെങ്കിലും ചോദിക്കണം? ഹലോ, പറയാം. സാർ നമുക്ക് ഇതിപ്പോ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാൾക്ക് നമുക്ക് എങ്ങനെ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? അറിയാത്ത നല്ല രീതിയിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനാണോ? ആ അതെ. അതിന് നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കിയിരിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് വേണം, ആ സന്തോഷം വേണം. ഒന്ന് അനേകം പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. ഇതിൽ എല്ലാ 450 പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു വേണ്ട. നിങ്ങളിതിൽ അറ്റ്ലീസ്റ്റ് 5-10 പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം വന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കുന്ന 5-10 പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് കമ്പനിയോട് 100% വിശ്വാസം വരും. 450 പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരുന്നില്ല. ഞാനിപ്പോഴും എനിക്കൊന്ന് 100 പ്രൊഡക്റ്റ് പോലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാകത്തില്ല. എനിക്കറിയത്തില്ല 100 ഉപയോഗിച്ചത് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിപ്പോൾ 450 പരം പ്രൊഡക്റ്റ് വെച്ച് പറഞ്ഞു കൊടുക്കുന്ന നോളജ് ആയിട്ട് 4.5 വർഷമായിട്ട് അത്രയേ അറിയത്തുള്ളൂ. അത് 4.5 വർഷം എടുത്തപ്പോഴായി. ഞാൻ ഈ 450 പ്രൊഡക്റ്റ് വിൽക്കുന്നില്ലല്ലോ, സെയിൽ ചെയ്യുന്നില്ലല്ലോ. അനഘ ഉപയോഗിച്ച പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ഷെയർ. അനഘക്ക് ഇതിന്റെ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് സന്തോഷം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ഹെയർ ഓയിൽ ഉപയോഗിച്ച് സന്തോഷം സ്റ്റാറ്റസ് വെച്ച് നോക്കിയിട്ട്. അനഘ ഇതിനകത്ത് ഫാസ്റ്റ് ആയിട്ട് 8% ആവും. ആ ഫാസ്റ്റ് ആയിട്ട് 8% ഒരു പോസ്റ്റർ ഗ്രൂപ്പിലും അല്ലേ, അതൊന്ന് സ്റ്റാറ്റസ് വെച്ചു. ഇന്നിപ്പോൾ അശോകൻ ചേട്ടന്റെ മകൻ ഫാസ്റ്റ് ആയിട്ട് 8% ആയി. അശോകൻ ചേട്ടന്റെ സ്റ്റാറ്റസും അശോകൻ ചേട്ടന്റെ പ്രൊഫൈൽ പിക്ചറും അദ്ദേഹത്തിന്റെ മകന്റെ സ്റ്റാറ്റസും ആ 8% ആണെങ്കിൽ ഏതെങ്കിലും 1-2 ചങ്ങായിമാർ ചോദിക്കും, അശോകൻ ചേട്ടനോട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മോൻ, എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? അവനൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ പറയുള്ളൂ. അവർക്ക് ആകാംക്ഷയുണ്ടോ ഇത് അറിയാൻ വേണ്ടി? കാരണം അവരെ മക്കൾ ഒന്നും ചെയ്യാതെ ഭ്രാന്ത് പിടിച്ച് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടോ? ഒരു പണിയില്ലാതെ ഏതെങ്കിലും പറമ്പിലോ അല്ലെങ്കിൽ വായനശാലോ ഇരിക്കുന്നുണ്ടോ? അല്ല, മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഒന്നും ജോലി ആവാതെ എവിടെയെങ്കിലും വായനശാലോ അല്ലെങ്കിൽ മൊബൈൽ നോക്കി രാത്രി ഉറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ വെള്ളമടിച്ച് നടക്കുന്ന കുറെ പിള്ളേർക്ക് ഇപ്പോൾ. അപ്പോൾ ആ അച്ഛനമ്മമാർക്ക് ഒരു ആദ്യം ഉണ്ടാവും, അശോകൻ ചേട്ടൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മോൻ, അവനൊക്കെ ഒരു ഫോട്ടോ കണ്ടല്ലോ, അവനിപ്പം വീട്ടിലിരുന്നുകൊണ്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞാൽ. ഇത് നമ്മളുടെ സ്റ്റാറ്റസുകളും പ്രൊഫൈലുകൾക്ക് മാറണം. കൂട്ടുകാരൻ ചെയ്യുന്ന മറ്റുള്ള ബിസിനസിന്റെ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 വർഷം ഇത് നോക്കിയിരിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോഴും ചില ആൾക്കാർ സ്റ്റാറ്റസ് നോക്കുമ്പോൾ കാണുന്ന കൂട്ടുകാരൻ്റെ ബിസിനസ്സാണ്. ഇപ്പോഴും ഉണ്ട് ചില ആൾക്കാർ. ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ മാറ്റൂ, നിങ്ങളുടെ പ്രൊഫൈൽ മാറ്റൂ. എല്ലാവരും പ്രൊഫൈലും വെസ്റ്റീജിന്റെ പ്രൊഫൈലും നിങ്ങൾ ഏതെങ്കിലും 8% ആയ ഫണ്ട് എപ്പോഴും 8%, ആ ഫോട്ടോ തന്നെ ഇപ്പോഴും വെച്ചോ. 12% ആ പ്രൊഫൈൽ മാറ്റും. എല്ലാവരും പ്രൊഫൈലൊക്കെ മാറ്റി വെക്കട്ടോ. കുഞ്ഞുങ്ങളെ ഫോട്ടോയൊക്കെ സ്നേഹം കൊണ്ടൊക്കെ മനസ്സിൽ മതി. ആ പ്രൊഫൈൽ വെച്ചാൽ കുഞ്ഞുങ്ങളെ സ്നേഹം കിട്ടുന്നില്ല. എല്ലാവരും പ്രൊഫൈൽ പിക്ചർ മാറ്റും. മക്കളോട് സ്നേഹമുണ്ട്,
ദൈവത്തിനോട് സ്നേഹമാണെന്നെങ്കിൽ ദൈവമൊക്കെ മനസ്സിൽ മതി. പ്രൊഫൈൽ വെച്ചാലും ദൈവം നമുക്കൊന്നും കഴിഞ്ഞു തരാൻ പോകുന്നില്ല. അല്ല, ചില ആൾക്കാർ യേശു ക്രിസ്തുവിനും, ചില ആൾക്കാർ അയ്യപ്പനെയും, ചില ആൾക്കാർ സ്വാമീനുണ്ട്, പല ആൾക്കാരുടെ പ്രൊഫൈൽ വെക്കുന്നു. ദൈവമൊക്കെ മനസ്സിൽ മതി. പ്രൊഫൈൽ വെച്ചാലും ദൈവം സഹായിക്കില്ല കേട്ടോ. അത് മനസ്സിൽ വയ്ക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, പല ആൾക്കാരെ സഹായിക്കുക, ദൈവം സഹായിക്കുള്ളൂ. നിങ്ങൾ വെക്കേണ്ട പ്രൊഫൈല് ബിസിനസ്സിന് വേണ്ടി പ്രൊഫൈൽ വെക്കും. നിങ്ങൾ ആൾക്കാർ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് വെക്കും. ഈ ബിസിനസ് പിടിച്ച് വെക്കും കേട്ടോ. ക്ലിയർ ആയി മനസ്സിലായി? നിങ്ങൾ ചങ്ങായിമാരെ സ്റ്റാറ്റസ് വെക്കാറുമ്പോൾ ധൈര്യമായിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന ആൾക്കാരുണ്ട്. ചങ്ങായിക്ക് വേണ്ടാണ്. എന്നാൽ ആ ചങ്ങായിക്ക് തിരിച്ച് നമ്മളെ സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞിട്ട് വെക്കൂല. അപ്പൊ എല്ലാവരും അനഘയിലെ ചോദിച്ചു. അനഘ ചെയ്യേണ്ടത്, അനഘ വീട്ടിലേക്കുള്ള സാധനം ആദ്യം വാങ്ങിക്കുക. കുളിക്കുന്ന സോപ്പും, പല്ലിലേക്കുന്ന പേസ്റ്റും, ബ്രഷും, അതുപോലെ ഫേസ് വാഷും, ഹെയർ ഓയിലും, ഷാമ്പും, കുക്കിംഗ് ഓയിലും, ചായപ്പൊടിയൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാം. അതിന് പൈസ എവിടെ നിന്ന് കിട്ടുമോ? അത് ഇതിന് പൈസ വേണ്ടേ? പൈസ ഇല്ലാതെ ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് ചിന്തിക്കുന്ന ആൾക്കുണ്ട്. സാറ് എൻ്റെ 5 പൈസ ഇല്ല, അതിനോട്ടാണ് ഞാൻ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. പാർട്ട് ടൈം ബിസിനസ് ആണ് കേട്ടോ. പാർട്ട് ടൈം ബിസിനസ് ആണ്. അപ്പൊ ബിസിനസ് ചെയ്യാൻ നമ്മളുടെ വീട്ടിൽ ചെലവിനെ ബിസിനസ് ആക്കി മാറ്റാം. അത് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വീട്ടുകാരെ സമ്മതിക്കുന്നില്ലെങ്കിൽ കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം. കൂട്ടുകാരെ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിവ്യൂ പറയുന്നില്ലേ, ആ റിവ്യൂ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുക. അപ്പൊ ആരെങ്കിലും ചോദിക്കും. അങ്ങനെ 2-3 ആൾക്കാരുടെ കസ്റ്റമറെ കണ്ടുപിടിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ പതുക്കെ തുടങ്ങിയാൽ മതി. അത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടുകാരും സമ്മതിക്കുന്നില്ല, നാട്ടുകാരും സമ്മതിക്കുന്നില്ല, ചങ്ങായിമാരും സമ്മതിക്കുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്റ്റാറ്റസ് വെച്ചിട്ട് കുറച്ച് സ്ലോലി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു ബിസിനസ് മൈൻഡിലേക്ക് തന്നെ ശ്രദ്ധിക്കോട്ടെ. ബിസിനസ് മൈൻഡിലേക്ക് വന്നാലേ ആവത്തുള്ളൂ. ഇനി ആരെങ്കിലും എന്താ ചോദിച്ചു, ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവപ്പെടുന്ന ചോദിക്കും. ഞാൻ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി, ഇന്ന കാലം കൊണ്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതിലെല്ലാം കൂടുതൽ സ്ത്രീകളാണ് അല്ലെ? എല്ലാ സ്ത്രീകളാണ്. നമ്മളെ തുളസി ഡ്രോപ്സും അതുപോലെ സാനിറ്ററി നാപ്കിനും നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. എല്ലാ സ്ത്രീകൾക്കും ആവശ്യമുള്ളതാണ് തുളസി ഡ്രോപ്സും സാനിറ്ററി നാപ്കിനും. 10 BV ആയി. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അല്ലേ? പല്ല് തേക്കുന്ന പേസ്റ്റും, നിങ്ങൾ പല്ല് തേക്കുന്ന ബ്രഷും നിങ്ങൾക്ക് ഇതിനകത്ത് വാങ്ങിക്കൂടെ? വീട്ടുകാർ വാങ്ങിക്കുന്നില്ല, ഉപയോഗിക്കുന്നത് വേണ്ട. നിങ്ങൾ പല്ല് തേക്കുന്ന പേസ്റ്റും ബ്രഷും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കൂടെ? അതിനകത്ത് വാങ്ങിക്കും. അത്യാവശ്യം സാധനം. ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഒരാളെ കൈശും അത്യാവശ്യം സാധനം വാങ്ങിക്കുന്ന പൈസ ഉണ്ടാവത്തില്ലേ? പോക്കറ്റ് മണിയായിട്ട് അല്ല അടിച്ചു മാറ്റിയ പൈസയും അല്ല എടുത്തു വെച്ച പൈസയൊക്കെ ഉണ്ടാവില്ല. അവിടെ ഇറക്കി വെച്ച് കട്ടിലടി തലാണിനടിയിലൊക്കെ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ എടുക്കുന്ന പൈസ ഉണ്ടാവില്ലേ? ആരെങ്കിലും ആൾ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ അടിച്ചു മാറ്റി 10-100 അടിച്ചു മാറ്റി തലാണക്കടിയിൽ കൊടുക്കുന്ന ആൾക്കാർ. അതൊക്കെ വെച്ച് നമ്മുടെ സോപ്പും വേസ്റ്റ് നമ്മൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ബിസിനസ് തുടങ്ങാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എങ്ങനെയും ബിസിനസ് തുടങ്ങും. ഏത് രീതിയിലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഇതിലുള്ള അശോകൻ ചേട്ടനും ഹുസൈനും ജോസഫ് ഭായിയൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇനി ഗ്രോ ചെയ്യണം. നിങ്ങൾക്ക് കുറച്ച് സീനിയർ ആയിട്ടുള്ള നമ്മുടെ ടീമിലെ വലിയ വലിയ ആൾക്കാരാണ്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കല്ലേ, നിങ്ങളൊരു ബിസിനസ് മൈൻഡിലേക്ക് ചിന്തിച്ചിട്ട് ചെറിയൊരു പൈസ മാറ്റി വെച്ചിട്ടെങ്കിലും ബിസിനസ് തുടങ്ങി എത്രയും പെട്ടെന്ന് 16% പോകും. എന്നിട്ട് ആ പ്രൊഡക്റ്റ് കസ്റ്റമർ കണ്ടുപിടിക്കും. ഇത്രയും കാലമായിട്ട് നിങ്ങളൊരു 300 PV കസ്റ്റമർ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. സമയം കഴിഞ്ഞു, പ്രായമായി. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 300 PV 400 PV എന്ന കസ്റ്റമറെ കണ്ടുപിടിക്കേണ്ടതും താഴെ ടീമിൽ വന്നിരിക്കുന്ന ആൾക്കാർ ആ ലെവലിൽ എത്തിക്കേണ്ട സമയം കഴിഞ്ഞു. കുറച്ച് വൈകിയെങ്കിലും ആ വൈകിയ നിമിഷത്തിൽ നിങ്ങൾ അതിനുള്ള കസ്റ്റമറെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. കാരണം നിങ്ങളൊക്കെ വെസ്റ്റീജിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതായിരിക്കും നന്നായിട്ട്. അതുകൊണ്ടാണ് ആദർശ് ഭായും അശോകൻ ചേട്ടനും ജോസഫ് ഭായും ഖാലിദ് ഭായും സുകുമാരൻ ചേട്ടനും ഇങ്ങനെയുള്ള പല ആൾക്കാരും ഇതിൽ ഇപ്പോഴും വിശ്വസിച്ച് നിൽക്കുന്നത്. നിങ്ങൾക്ക് ജെൻസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. എവിടെ വേണമെങ്കിലും പോകാം, ഏത് വാതിലാതിലേക്ക് ഇറങ്ങിപ്പോ ആരും പഠിക്കണ്ട. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യെങ്കിൽ ഒരുപാട് ആൾക്കാരെ കാൽ പിടിക്കണം അല്ല. ഈ കൊച്ചിയിൽ FRI നടന്ന സമയത്ത് നിങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ ടിക്കറ്റിന്റെ പൈസയും അതൊക്കെയാണ് നോക്കിയത്. ആ പൈസ ലാഭം നോക്കിയാണ്. ഇവിടെ ജാസ്മിയും നസീർ സബീനയും അതുപോലെ രേഖ ചേച്ചി ഒരുപാട് ലേഡീസൊക്കെ അവിടെ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരൊന്നും അവിടെ പൈസയും നോക്കിയിട്ടില്ല. മക്കളൊക്കെ എവിടെയെങ്കിലും ഏൽപ്പിച്ച് അവർ പോയി. 3 മക്കളുള്ള അമ്മമാര് എവിടെയെങ്കിലും ആ ബന്ധക്കാരുടെ വീട്ടിൽ മക്കളെ കൊണ്ടാക്കിയിട്ട് FRI അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ നോക്കണം. മക്കളും അവിടെ വീട്ടിലുണ്ടാവും, ഭാര്യയും വീട്ടിലുണ്ടാവും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇറങ്ങിപ്പോ അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കേണ്ട ആളായിരുന്നു. പങ്കെടുത്തില്ല. എത്രയോ മാസങ്ങളോളം അതിൽ പലതരം ഓഫറുകൾ വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 500 രൂപ മാസം ഇട്ടുണ്ടെങ്കിൽ FRI നിങ്ങൾക്ക് സുഖമായിട്ട് പങ്കെടുക്കാൻ. നിങ്ങൾക്ക് മാറി ചിന്തിച്ചത്. പക്ഷെ ഇങ്ങനെ ആവല്ലേ. ബിസിനസ്സിലേക്ക് സീരിയസ് ആവും. ഇനി അങ്ങോട്ട് FRI വരാൻ പോകണം. അടുത്ത വർഷം FRI വരാൻ പോകണം. ഇപ്പോഴേ നിങ്ങൾ 500 300 രൂപ മാറ്റി വെക്കും. ഒരു ഇൻസ്റ്റാൾമെന്റ് വിന്നിംഗ് ടീമിൽ പേ ചെയ്യാൻ പറ്റും. മന്ത്ലി ചെറിയ പൈസ പേ ചെയ്തിട്ടെങ്കിൽ അടുത്ത പ്രാവശ്യം FRI പങ്കെടുക്കാം.
വേണമെങ്കിൽ ഇപ്പോഴേ ചെയ്യും. അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും ഞാൻ പങ്കെടുക്കണം വെച്ചിട്ട് ചെയ്യും. കാരണം നിങ്ങൾക്ക് ബിസിനസ്സിൽ എത്താത്തത് കൊണ്ടാണ്. ഇനി ഇത് ഐഡിയ ടു ഇൻകം വരാൻ പോകും 20 സ്ഥലത്ത്. ഐഡിയ ടു ഇൻകം 20 സ്ഥലങ്ങളിൽ വരാൻ പോകാം. അവിടെയെങ്കിലും പങ്കെടുക്കും. നിങ്ങൾ അടുത്തൊരു 25 കിലോമീറ്റർ അടുത്ത് ഐഡിയ ടു ഇൻകം ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങോട്ടും ഉണ്ടാവും 25 കിലോമീറ്റർ ഐഡിയ ടു ഇൻകം, ഇങ്ങോട്ടും ഉണ്ടാവും 25 കിലോമീറ്റർ ഉണ്ട്. ആദ്യം നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുക, കുറച്ച് ആൾക്കാർ ഇപ്പോഴത്തേക്കും പങ്കെടുക്കുക. ബിസിനസ് സൂപ്പറായി പോകും. ഫംഗ്ഷൻ ടു ഫംഗ്ഷനായി ബിസിനസ്. ആലപ്പുഴയിൽ CND വരും. ആദ്യമായിട്ട് വെസ്റ്റീജിന്റെ CND ആലപ്പുഴ ജില്ലയിൽ വരാൻ പോവാണ്. അത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ്. നമ്മളാണ് ഹാള് ബുക്ക് ചെയ്തത്, നമ്മളാണ് എല്ലാ കോർഡിനേഷൻ ചെയ്ത്. വെസ്റ്റീജ് കമ്പനി CND എന്ന് പറഞ്ഞ പ്രോഗ്രാം ആദ്യമായിട്ട് ആലപ്പുഴയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഐഡിയ ടു ഇൻകവും ആലപ്പുഴ ജില്ലയിൽ വരുവാണ്. കൊല്ലം ജില്ലയിൽ അത്രയ്ക്കും ബിസിനസ് നടക്കുന്ന സ്ഥലമാണ്. അത്രയും ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. എന്നിട്ട് പോലും ആലപ്പുഴയിലാണ് ഐഡിയ ടു ഇൻകവും ഇപ്പോഴത്തെ CND വരാൻ പോകുന്നത്. അപ്പൊ അത് നമ്മളുടെ ടീമിന്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. അത് നമുക്ക് മാത്രം ക്രെഡിറ്റ് ആയില്ല. അപ്പൊ ഇതുപോലത്തെ ഫംഗ്ഷനിലേക്ക് എല്ലാവരും പ്രൊമോഷൻ ചേർക്കാം. സമയം ഏകദേശം 1 മണിക്കൂറായി. സംശയം ഒന്നുകൊണ്ടോ ആർക്കെങ്കിലും ചോദിക്കണം? ഈ ചെയ്ത കാര്യത്തിൽ ഏതെങ്കിലും അപ്ലയൻസിന് പറയാൻ പറ്റും ഞാൻ ചെയ്ത കാര്യം നിങ്ങൾക്ക് വലിയ യൂസ് ആയിട്ടുണ്ടോ? പല ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഡൗൺലൈൻസിന്റെ പ്രശ്നം കാരണം ഞാൻ ഇന്നിങ്ങനെ സെഷൻ ചെയ്തത്. എന്നാലും കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ ബ്രോൺസ് ലെറ്റർ എത്തുന്ന കാര്യം പറയാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ആയിട്ടില്ല. എന്തെങ്കിലും വേണമെങ്കിൽ 5 മിനിറ്റ് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം, പറയണം. എന്തെങ്കിലും ആരെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞു. ഭീമ മാഡം എന്തെങ്കിലും ഞാൻ ആഡാക്കണം? ഷാഹുൽ സാറെ, അതുപോലെ ശ്രീജ, സുഷിത, ആരോടും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആഡാക്കി തരും. മുഹമ്മദ് ഭായ് എവിടെയായിരുന്നു? കുറെ കാലമായിട്ട് കാണാതെ. ഞാനൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. എന്ത് പറ്റി? ഇപ്പൊ അല്ലെങ്കിൽ എപ്പോഴും സംശയം ചോദിക്കുന്ന ആളാണ്. ഇപ്പൊ സംശയം ചോദിക്കാതെ ഞാൻ ഇത്രയും സംശയം ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത്. എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് ശമനടിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ കുറെ ഇപ്പൊ ഓക്കെയോ? വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയൂ. ഞാൻ ICUലായിരിക്കെ അവിടുത്തെ നഴ്സുമാർക്ക് പോലും ഈ ബിസിനസ് പ്ലാൻ കൊടുത്തു. വെരി ഗുഡ്, സൂപ്പർ. അതാണ് ഇന്ന് പല ആൾക്കാരും ഹോസ്പിറ്റലിൽ ആരെങ്കിലും കൂടെ നിൽക്കുക. വീട്ടിൽ ആരെങ്കിലും ഹോസ്പിറ്റലാണെങ്കിൽ പോലും 3 ആഴ്ചത്തേക്ക് പിന്നെ ബിസിനസ് ചെയ്യത്തില്ല. ആരെങ്കിലും കൂടെ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ട് കിടന്ന് തൊട്ടിപ്പുറത്തെ ബെഡിൽ അപ്പുറത്തെ ആൾക്കാർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും 2-3 ആഴ്ച ബിസിനസ് ചെയ്തില്ല. വെസ്റ്റീജില് ചരിത്രത്തിൽ ഒരു പക്ഷെ ICUവിനകത്ത് ബിസിനസ് ചെയ്തത് ഞാൻ മാത്രമായിരിക്കും. എനിക്കൊരു സ്പെഷ്യൽ അവാർഡ് തരണേ. സത്യമായി ഞാൻ നാട്ടിലൊന്നും ചെയ്തില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നാട്ടിലെത്തിയിട്ടില്ലേ? സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കുറയാലോ. നാട്ടിലെത്തി, ഞാൻ വന്നിട്ടുണ്ടാവുന്നു. വരേണ്ടതാ ഏകദേശം അറിയത്തില്ല. പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇടും. ഞാൻ ഇവിടെ കേരളത്തിലുണ്ടെന്ന് മെസ്സേജ് ഇടും. ഏത് സുപ്രഭാതത്തിലിടും. മറ്റേ ഇവിടുത്തെ യുദ്ധം നടക്കുന്നുണ്ടുള്ള ഒരുപാട് നൂലാമാലകളാണ് ഞാൻ പെട്ടിയെടുക്കും. ട്രംപ് ആണെങ്കിൽ പൊട്ടിക്കുന്നുമില്ല. പൊട്ടിച്ചെങ്കിൽ ചത്ത് കിടക്കാൻ. ഇത് പൊട്ടിക്കുന്നുമില്ല. എത്ര ദിവസമായി അറിയും. തേങ്ങ ഉടക്ക് സ്വാമി എന്നൊന്ന് പറയൂ. ജഗതി പറഞ്ഞാൽ ഇത് പൊട്ടിക്കണമില്ല. ഇത് ഇന്ന് രാത്രി നാളെ രാവിലെ പുലർച്ചയ്ക്ക് 5 മണിക്ക് പൊട്ടും തീരുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളത്തെ മീറ്റിംഗിൽ ഞാൻ ഇല്ലെങ്കിൽ പഠിക്കണ്ട. അത് പൊട്ടിക്കാൻ പോവാണ്. ട്രംപിന് വട്ടാവുന്ന തോന്നണം. ഏറ്റവും ബെസ്റ്റ് എല്ലാ രാജ്യക്കാരും അയാളെ വില കൊണ്ടിരുന്നത്. ഒരു പൊട്ടിക്കണമെങ്കിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അയാളെ ഒതുങ്ങി കഴിഞ്ഞ സംഭവം തിരിഞ്ഞു. ഇതിപ്പോ ഞാൻ നാട്ടിലേക്ക് വരുന്ന ട്രംപുകാരനോട് കുടുങ്ങി കിടക്കുക. ഓക്കെ, ഷാജിബായി വരുമ്പോ തരുന്ന ഗിഫ്റ്റ് തന്നോളൂ. പക്ഷെ അതിന്റെ ടോപ്പ് ലെവലിൽ അറിയിച്ചാൽ അവര് വേറെ ഗിഫ്റ്റ് തരുന്നുണ്ടാവും. ICUവിനകത്ത് എത്തിച്ചൊരു സംഗതിയാണ്. ചെറിയ കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ യുദ്ധം നടക്കുന്നത് നിങ്ങൾക്കാ ബാധിക്കും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അറിയാം. അതെ 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 അതെ. കേരളത്തിൽ ഇനി ഒരു നാടൻ പണിക്കാർക്കും വീടിന്റെ പണിയെടുക്കുന്ന കോൺട്രാക്ടർമാർക്കും ഒരു ടൈൽസിനോ ഒരു സിമെന്റ് കച്ചവടക്കാരനോ ഒരു ബിസിനസ് ഉണ്ടാകത്തില്ല. ഒരു പണിയും നാട്ടിൽ നടക്കത്തില്ല. കാരണം ഗൾഫിൽ നിന്ന് പണി വരത്തില്ല. ഗൾഫിൽ നിന്ന് വരാൻ പോകുന്നത് ആൾക്കാരെ വരാൻ പോകുന്നത്. നാട്ടിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ നോക്കുമ്പോൾ അത്രയും ആൾക്കാർ ഫ്ലൈറ്റിന്റെ ടിക്കറ്റിന്റെ വില കൂടി നിൽക്കുക. റൂമിലേക്ക് വരാൻ വേണ്ടി റെഡി ആയിരിക്കുക. അത്രയും ആൾക്കാർ. ഒരു പണി ഫെബ്രുവരിയിലെ സാലറി ഗൾഫിലുള്ളവർക്ക് കിട്ടി, നാട്ടിൽ അയച്ചു. പക്ഷെ മാർച്ചിൽ സാലറി ഇപ്പൊ ആളുകൾക്ക് ഇല്ല. ഒരു കമ്പനിയിൽ നിന്നും 1000 പേര് പിരിച്ചുവിട്ടിരിക്കും. ഒരു കമ്പനിയിൽ നിന്നും 1000 പേര്. 1000 പേര് ആലോചിച്ചു. അപ്പോ വരുമാനമൊക്കെ ഇനി കുറയും. നാട്ടില് ഒരുപാട് സ്ട്രഗിൾ വരാൻ പോവാണ്. നമുക്കും നമ്മളെ ബിസിനസിനും ബാധിക്കും. കാരണം പൈസ ഇല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ ആൾക്കാരുണ്ടല്ലോ.
അത് നമ്മളെയും ബാധിക്കും. എന്നാലും എത്രയും പെട്ടെന്ന് നമ്മളൊരു സെറ്റപ്പ് ആയാൽ നമുക്ക് പിടിച്ചു നിർത്താം. അല്ല, നമ്മുടെ വെസ്റ്റേജ് കമ്പനി നമുക്ക് നല്ല സപ്പോർട്ടാണ്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് പകുതി പൈസക്ക് ഫ്രീ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ബോണസ് കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. വിഷമിക്കണ്ട, കമ്പനി കൊറോണ സമയത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ചെയ്യുന്നവർക്ക് സാറേ ഞാനൊക്കെ ഇപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തത് തന്നെയാണ്. ഹസ്ബൻഡിന്റെ ജോലിയൊക്കെ പോയ കാരണം തന്നെയാണ്. നസീമ നസീമയുടെ സ്ഥലത്ത് ചെയ്യേണ്ട കാര്യം, ഒരു ബിസിനസ്സിലേക്കാണ് ഇറങ്ങുന്ന രീതിയിൽ ഇറങ്ങുക. നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാർ വരും. നസീമ വരുന്നത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഫാസ്റ്റ് ട്രാക്കിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഈ മാസം ഒരു 10,000 രൂപ അത്യാവശ്യം ഒരു എമർജൻസി ആയി ചിലവാക്കി എന്ന് വിചാരിച്ചാൽ മതി. ഒരു 10,000 രൂപ അത്യാവശ്യം എമർജൻസി വന്നു, എങ്ങനെയാലും ഒരു എമർജൻസി വന്നാൽ ഒരു 10 രൂപ കയ്യിൽ എടുക്കാൻ പറ്റാത്ത വ്യക്തി എമർജൻസിക്ക് പൈസ ചിലവാക്കും. കാരണം ഞാൻ 2 ഉദാഹരണം പറഞ്ഞുതരാം. എനിക്ക് ദുബായിൽ നിന്ന് ഈ മാസം നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത മാസം പിറ്റത്തെ മാസം ഇങ്ങനെ തുടർച്ചയായി 4 മാസം എടുക്കണ്ടേ? തുടർച്ചയായി 4 മാസം എടുക്കുന്നത് നമുക്ക് ഈ ഫ്രീ പ്രൊഡക്റ്റ് ഓഫറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ വാങ്ങിച്ച സാധനം കസ്റ്റമർക്ക് കൊടുത്തിട്ട് അടുത്ത മാസം വാങ്ങിക്കുന്ന പൈസ കിട്ടില്ലേ? കസ്റ്റമർ കണ്ടെത്തിയ പോലെ. അതിനൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ട് നസീമ, നിങ്ങൾക്ക് അതിന് കഴിവുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഈസിയായി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനൊക്കെ നല്ല കഴിവുണ്ട്. വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ. പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾക്ക് നഷ്ടമാവില്ല, പേടിക്കണ്ട. ആ പ്രൊഡക്റ്റിൽ നിന്ന് ഒരു പൈസ പ്രൊഡക്റ്റ്, ഞാനീ പറയുന്നത് നാട്ടിലുള്ള മറ്റുള്ള കമ്പനിക്കാരും മറ്റുള്ള ലീഡർമാർ പറയുന്ന പോലെ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് പോലും ഒരു ഡേറ്റ് പോലും എക്സ്പയർ ചെയ്യാതെ അത് യൂട്ടിലൈസ് ചെയ്യിപ്പിക്കാൻ എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. അതിനകത്തുനിന്ന് ഒരു പൈസ പോലും നിങ്ങൾക്ക് നഷ്ടമാവത്തില്ല. അതൊക്കെ ക്ലിയർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഞാനിത് വെറുതെ പറയുന്നില്ല. നിങ്ങൾ ആ ബിസിനസ് മൈൻഡിൽ ചെയ്യുകയാണെങ്കിൽ. കുമാരി ചേച്ചി ഓഫ്ലൈനായിട്ട് സെയിൽ ചെയ്യണോ? ചേച്ചി ഒന്നും ചെയ്യില്ല. ചേച്ചി ജോലിക്ക് പോകുന്ന വ്യക്തി, രാവിലെ ജോലിക്ക് പോയി രാത്രി വീട്ടിലെത്തുള്ളൂ. അവർ ഒരു പ്രൊഡക്റ്റ് പോലും അവർ ചേച്ചി ചെയ്യുന്നില്ല. ചേച്ചിന്റെ ഹസ്ബൻഡ് ജോലിയൊന്നുമില്ല, ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫിൽ വീട്ടിലിരിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന് പരിചയമുള്ള കുറച്ച് ഒരുമിച്ച് ജോലി ചെയ്തും അയൽവക്കക്കാരും ചങ്ങായിമാരൊക്കെ ഉണ്ട്. അവർക്ക് ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇവരെല്ലാവരും സ്ഥിരമായിട്ട് ഈ കമ്പനിയിൽ സാധനം ഉപയോഗിക്കത്തുള്ളൂ. കുക്കിംഗ് ഓയിലും ചായപ്പൊടിയും പാത്രം കഴുകുന്ന തുണി, ഇങ്ങനെയുള്ള ഒരു 10-15 കസ്റ്റമർ അവർക്കുണ്ട്. അവർ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത്. ഇവർ എവിടെ പോയി സെയിലൊന്നും ചെയ്യുന്നില്ല. ആ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് എല്ലാ മാസവും വാങ്ങിച്ച് കൊണ്ടുകൊടുക്കൽ മാത്രമേ, വേറെ ചെയ്യത്തില്ല. അപ്പൊ ആ സ്ഥിരമായി വാങ്ങുന്നവരെ അതിൽ ജോയിൻ ചെയ്യിക്കുന്നില്ലേ? അവർക്ക് ജോയിൻ ചെയ്യണ്ട. ഓക്കെ. ക്ലിയർ ആണോ? വേറെ ഒന്ന് പറയണോ? എനിവേ ക്ലിയർ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് സീരിയസ് ആവാനും ഒരു ഫാസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കട്ടോ. ഫാസ്റ്റ് ബിസിനസ്സാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നതും. ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നാലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫാസ്റ്റ് ബിസിനസ്സാണ്. കുറച്ച് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു 100 വ്യക്തികളെ സെലക്ട് ചെയ്തിട്ടുള്ള വർക്കായി ചെയ്യണം. 100 വ്യക്തികളെ സെലക്ട് ചെയ്തിട്ട് അവരെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഫിസിക്കൽ വർക്ക് ചെയ്തിട്ട് നമ്മളൊരു 100 വ്യക്തികളെ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എല്ലാ ജില്ലകളിലെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫാസ്റ്റ് വർക്കാണ്. അല്ലാതെ ആൾക്കാരെ കൂടെ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന പോലെ ഓൺലൈനിൽ വർക്ക് ഉണ്ടാവും. എല്ലാ സമയങ്ങളും ഫുൾ ടൈം ഓൺലൈൻ ബിസിനസ്സും പ്രസന്റേഷൻ ഇപ്പം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു 6-7 മാസം കൊണ്ട് നല്ല വരുമാനം എത്താൻ ആഗ്രഹിക്കുന്നവരെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നാട്ടിൽ വന്ന ശേഷം പറയാം. അവരെ കൂടെ സ്പെഷ്യൽ വർക്ക് ചെയ്തിട്ട് ഒരു വർഷം കൊണ്ട് നല്ല ഇൻകത്തിൽ എത്തിക്കാൻ പറ്റും. അത് ഫാസ്റ്റ് മാത്രം, അവർ മാത്രം മതി. ബാക്കിയുള്ളവർ നോർമൽ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് തന്നെ നടക്കും. ഓക്കെ, അതൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം, കുഴപ്പമില്ല. ഞാൻ നിർത്തിക്കോട്ടെ, സ്റ്റോപ്പ് ചെയ്തോട്ടെ. സാറേ പിന്നെ നമ്മൾ ഒരാൾക്ക് പ്ലാൻ കൊടുക്കുമ്പോ പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് പ്ലാൻ കൊടുക്കരുത് എന്നാ പറയൂലേ? ആരാ പറഞ്ഞേ? അവരെ FREയിൽ അങ്ങനെയാണ് പറഞ്ഞത്. അവരെ ഡ്രീം കത്തിച്ചാണ്ട് പ്ലാൻ കൊടുക്കാൻ. ആക്ച്വലി ഇപ്പോഴും വിന്നിങ് ടീം എന്ന ടീം പറഞ്ഞത് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനേ വെള്ളം തന്നെയാണ്. പ്രൊഡക്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഡ്രീം തന്നെ പറയേണ്ട ആവശ്യമുള്ളത്. പക്ഷെ നമ്മൾ എത്ര പ്രസന്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും അവർ ലാസ്റ്റ് വയ്ക്കും എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ ചോദിക്കും. നമ്മളിപ്പോഴും പറയുന്നില്ലല്ലോ. ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് പ്രൊഡക്റ്റ് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ചോദിക്കുന്ന സമയത്താണ് കൂടുതൽ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കുമല്ലോ. എങ്ങനെയോ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ഡ്രീമാണ് ശരിക്കും പറയുന്നത്. അവരുടെ ഡ്രീം എക്സസൈസിൽ പറയുന്നത് ഡ്രീം മാത്രമേ പറയുന്നുള്ളൂ. അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങൾ FR അറ്റൻഡ് ചെയ്തേക്ക് മനസ്സിലായിട്ടുണ്ട്. FR അറ്റൻഡ് ചെയ്ത ആൾക്കാർ പറഞ്ഞത് നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ അവിടെ ഷാവുൽ സാർ അവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. അവിടെ 300 PV സാധനം വാങ്ങിക്കുന്ന വ്യക്തികളൂടെ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞിട്ട്. അത് കിട്ടും അല്ലേ? 300 PVയുടെ സാധനം വാങ്ങിക്കുന്ന വ്യക്തിയുടെ കൂടെ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് വിന്നിങ് ടീം പറഞ്ഞത്.
വീഡിയോ ഓണാക്കി സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയിൽ കൂടെ മാത്രമേ മീറ്റിംഗ് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ വിന്നിംഗ് ടീമിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ ഓറിയന്റേഷൻ ചെയ്യാൻ പോലും പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് കേട്ടില്ലേ? ഇങ്ങനെയുള്ള എന്നോട് ഇത് ഇന്നൊന്നല്ല, എന്നോട് വർഷങ്ങളായിട്ട് എന്നോട് SP സാറും മനോജ് സാറും ജ്യോതിഷ് സാറും പറഞ്ഞ കാര്യം, ഒന്ന് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത വ്യക്തി വീഡിയോ ഓണാക്കിയിരിക്കുന്ന വ്യക്തിക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ 300 PV പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ മാത്രം സപ്പോർട്ട് ചെയ്യുക. വിന്നിംഗ് ടീമിന്റെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത വ്യക്തിയെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എന്നോട് കുറേ കാലം പറയുന്നുണ്ട്, ഞാനത് കേൾക്കാനിട്ടാണ്. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പാടാന്ന് പോലും അവർ പറഞ്ഞിട്ടുണ്ട്. ഷാജിനെ സപ്പോർട്ട് ചെയ്യാൻ പാടാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ SP സാറും ജ്യോതിഷ് സാറും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിലൂടെ വിജയിച്ച് പ്രൂവ് ചെയ്ത് കാണിച്ചത് കൊണ്ട് അവരത് അംഗീകരിച്ചു. ഇങ്ങനെയും വിജയിച്ചു കാണിച്ചു എന്നുള്ള വ്യക്തി ആയതുകൊണ്ട് ഇതെല്ലാവരും എന്നെ അംഗീകരിച്ചതാണ്. എന്നെ തഴഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും. പക്ഷെ ഞാനത് വാശിയോടെ പ്രൂവ് ചെയ്ത് കാണിച്ച് ഇന്ന് ഭീമാമയുടെ അടക്കമുള്ള വ്യക്തിക്ക് ക്രൗൺ ഡയറക്ടർ, അവരുടെ എഫേർട്ട് തന്നെയാണ് ക്രൗൺ ഡയറക്ടർ ആയതും ഹൗസ് ഹോൾഡ് അച്ചീവർ ആയതും അവരുടെ എഫേർട്ട് തന്നെയാണ്. പക്ഷെ തുടക്കത്തിലുള്ള അവർക്ക് ഞാൻ കൊടുത്ത സപ്പോർട്ടിലൂടെയാണ് അവർ എത്തിയെങ്കിൽ പോലും ആ ഒരു ബിസിനസ് കേരളത്തിൽ ആർക്കും ചെയ്യാൻ സാധിക്കാതെ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തു. അവരുടെ എഫേർട്ടും അവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ് ക്രൗൺ ഡയറക്ടറും അച്ചീവ്മെന്റ് ആയത് പോലും. പക്ഷെ ഈ ഒരു ഓർഗനൈസേഷനിലൂടെ അവർ നേടിയത്. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ അംഗീകരിക്കാൻ തുടങ്ങി. ഈവൻ പല ലീഡർമാരും എന്നോട് സ്പെഷ്യലായിട്ട് ട്രെയിനിങ് ചോദിക്കാറുണ്ട്. എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്ന രീതികളൊക്കെ പല ആൾക്കാരും വന്ന് ചോദിച്ച് അവർക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പല ലീഡർമാർക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്കത് എത്താൻ പറ്റത്തില്ല, അവർ വിജയിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് കണ്ടിന്യൂ എഫേർട്ട് എടുത്തിട്ട് വിജയിച്ചതാണ്. അത് അവർക്ക് പറ്റത്തില്ല. ഈവൻ മനോജ് സാർ അടക്കം ട്രൈ ചെയ്തിട്ടുണ്ട്, ആയിട്ടില്ല. കാരണം കുറച്ച് കാലം 2, 3, 4 ആഴ്ച അവർ ട്രൈ ചെയ്ത് പറ്റാതെ അവർ ഒഴിവാക്കി പോയിരുന്നു. പക്ഷെ നമ്മളത് 4.5 വർഷത്തെ തുടർച്ചയായ പരിശ്രമത്തിലൂടെ വിജയിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കിനി ഇതിൽ ഓൺലൈൻ ബിസിനസ്സിലൂടെ പരാജയങ്ങളൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇതിലൂടെ സെലക്ട് ചെയ്യാന്നുള്ള ഷാവുൽ, ഇതിലൂടെ സെലക്ട് ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ മാത്രമേ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വിന്നിംഗ് ടീം പറയുന്നതാണെങ്കിൽ പോലും നമുക്ക് അതിലൂടെ വിജയിക്കാൻ പാടാണ്. വിന്നിംഗ് ടീം പറയുന്നതെങ്കിൽ പോലും ഇന്ന് ഹൈദരാബാദ് ടീം ഇത് ചെയ്യുന്നെങ്കിൽ പോലും അവരും ഉള്ളിലൂടെ ചെയ്യുന്നത് 2-3 പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് പ്ലാൻ കാണിച്ച് 2-3 പ്രൊഡക്റ്റ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഐഡിയ എടുത്തിട്ട് വലിയ സിഒയിലേക്ക് പങ്കെടുപ്പിക്കുക ചെയ്യുന്നത്. അവരൊരു പേസ്റ്റും സോപ്പും കൊടുത്തിട്ട് ഐഡിയ എടുക്കാൻ, ഐഡിയ ആക്ടിവേഷൻ ചെയ്യാം, പിന്നെ അവർ മെഗാ സിഒയിലേക്ക് പങ്കെടുപ്പിക്കാം. എനിക്കും ഇതറിയാം. ഞാൻ അവിടെ നിന്ന് കേട്ടത് ഹൈദരാബാദിലെ സലീം സാറിന്റെ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം 15 മിനിറ്റ് സെഷൻ ചെയ്യുന്നുള്ളൂ. 15 മിനിറ്റ് സെഷനിൽ ഒരു പേസ്റ്റും സോപ്പും കൊടുത്തിട്ട് ഐഡിയ ആക്ടിവേഷൻ ആക്കണം. അദ്ദേഹം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതാണ് ഞാനിപ്പോൾ നാട്ടിൽ വന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു വീട്ടിലേക്ക് പോയി ഒരു പ്ലാൻ കാണിച്ച് അദ്ദേഹത്തിന്റെ ഐഡിയ എടുത്ത് ഒരു സോപ്പും പേസ്റ്റും കൊടുത്ത് അവിടെ നിന്നുകൊണ്ട് DLCപ്പിലേക്ക് വിളിച്ച് പറഞ്ഞ് ആ PV അവിടെ കയറ്റി കൊടുക്കുന്നു. തൊട്ടടുത്തുള്ള ഒരു സിഒയിലേക്ക് പങ്കെടുപ്പിക്കുകയും ചെയ്യും. അവിടെ നിന്നാണ് പിന്നെ ഫുൾ പ്രസന്റേഷൻ ചെയ്യുന്നത്. അവർക്ക് ആക്ച്വലി അവർക്ക് എന്താണ് ഡ്രീം ചോദിക്കുന്നു, അവർക്ക് എന്താണ് ആഗ്രഹം, അതിന് ഇത്ര രൂപയുടെ പർച്ചേസ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണോ ചോദിക്കും. എന്നിട്ടാണ് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ടാകുമ്പോൾ നേരെ അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയുന്നു. ഒരു 10-20 പേര് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയുന്നു. ആ 20 പേരെ നമ്മൾ പോയി നേരിട്ട് കാണണം. നേരിട്ട് പോയി കണ്ടിട്ട് അവരുടെ ഡ്രീം ഐഡന്റിഫൈ ചെയ്ത് അവരെ നേരെ ഇതേപോലെ ജോയിൻ ചെയ്യിപ്പിക്കണം. അത് തുടർച്ചയായി നമ്മൾ ഫിസിക്കൽ ഇറങ്ങി വർക്ക് ചെയ്യണം. ഷാവുൽ, നമ്മൾ ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഷാവുൽ വിളിക്കുകയാണ്, ഷാവുൽ അങ്ങനെ ബേസ് താല്പര്യം, ഞാൻ ഷാവുലിലേക്ക് വന്ന് ഈ ഡ്രീം എക്സസൈസ് ചെയ്യും, ഈ ഡ്രീം പ്ലാൻ പറഞ്ഞു തരും. ഷാവുൽ റെഡിയാണ്. ഒരു 10,000 രൂപക്കുള്ള സാധനം വാങ്ങി ബിസിനസ് സ്റ്റാർട്ട് ആണെങ്കിൽ ഷാഹുലിനോട് ഞാൻ പറഞ്ഞത് 10,000 രൂപ പർച്ചേസ് ചെയ്തിട്ട് ഐഡിയ ആക്ടിവേഷൻ ആയി നിങ്ങളുടെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറയും ഒരു 20 പേരെ ലിസ്റ്റ് ചെയ്താൽ പറഞ്ഞു. നിങ്ങളെ കൂടെ ഞാൻ വന്നിട്ട് ആ 20 പേരെ നേരിട്ട് പോയി കണ്ട് അവരെ കൊണ്ട് ഇതേപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കുകയാണ്. നിങ്ങൾക്ക് ആ മാസം തന്നെ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബ്രോൺ സ്ട്രക്ചർ ആകാൻ പറ്റും. ഇതാണ് ബിസിനസ്. 30 ദിവസം കൊണ്ട് ബ്രോൺ സ്ട്രക്ചർ ആകാൻ പറ്റുന്നത് നിങ്ങളുടെ താഴെയുള്ള വ്യക്തിയുടെ കൂടെ പോയിട്ട് അവരെയും 30 ദിവസം കൊണ്ട് ബ്രോൺ സ്ട്രക്ചർ ആക്കും നമ്മൾ. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ 90 ദിവസം കൊണ്ട് ഡയമണ്ട് ഡയറക്ടർ ആവും. ഇതാണ് വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം. അതെനിക്കറിയാം. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ജോസഫ് ഭായിന്റെ വീട്ടിൽ അവിടെ പോയി പ്ലാൻ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. അല്ലെ, ഇവിടെയുള്ള ഓരോ അശോകൻ ചേട്ടനിലേക്ക് പോയി പ്ലാൻ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. അവരാണെങ്കിൽ ഇത് ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റിയ ആൾക്കാരല്ല. നമ്മളിപ്പം നമ്മളെ പരിമിതിക്കുള്ളിലൂടെ ഇത് വിജയിച്ച് കാണിച്ചിരിക്കുകയാണ്. ഇനി അതാണ് ഞാൻ ഷാവുൽ പറഞ്ഞ ആ വിന്നിംഗ് ടീമിന്റെ ആ സിസ്റ്റം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരെ കൂടിയാണെന്നറിയോ? അശോകൻ ചേട്ടന്റെ കൂടെ, ഷാഹുലിന്റെ കൂടെ, ജോസഫ് ഭായിയുടെ കൂടെ, അൻസാർ ഭായിയുടെ കൂടെ, ഇതിലുള്ള സുമാൻ ചേട്ടൻ്റെ കൂടെ, സീരിയസ് ആയിട്ടുള്ള കുമാരി ചേച്ചി, ഇങ്ങനെ കുറെ മുഹമ്മദ് നൂർ ഭായും നിർമ്മല ചേച്ചി, ഇതിലുള്ള ത്രേസ്യാമ ചേച്ചി, ഇങ്ങനെയുള്ള 100 പേര് എൻ്റെ കൂടെ ലിസ്റ്റിലുണ്ട്. ഇപ്പോൾ ഈ 100 പേരെ കൂടിയാണ് ഞാൻ വലിയ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. വിന്നിംഗ് ടീമിന്റെ ആ സിസ്റ്റം. ഇനി അവരും അങ്ങോട്ടുള്ള 30 ദിവസം കൊണ്ട് ബ്രോൺസ് ഡയറക്ടറും 90 ദിവസം കൊണ്ട് ഡയമണ്ട് ഡയറക്ടറും ഒരു 6 മാസം കൊണ്ട് ക്രൗൺ ഡയറക്ടറും അവരെത്തിക്കാൻ സാധിക്കും എനിക്ക്.
ജോസഫ് ഭായി തൃശ്ശൂർ പോയി അവിടെ താമസിക്കുക, അവർ വീട്ടിൽ താമസിക്കില്ല, പുറത്തെവിടെയും താമസിച്ചിട്ട് അവരെ കൂടെ 2-3 ആഴ്ച നിന്ന് വർക്ക് ചെയ്യും. ഒരു 20 പേര് ലിസ്റ്റ് ഉണ്ടാക്കി 20 പേര് സംസാരിച്ച് പ്ലാൻ കാണിക്കും. അവിടുന്ന് നേരെ ഞാൻ പോകുന്നത് തിരുവനന്തപുരത്ത് അശോകൻ ചേട്ടൻ്റെ വീട്ടിലായിരിക്കും. അവിടുന്ന് ഒരു 10-15 ദിവസം അദ്ദേഹം കൂടെ വർക്ക് ചെയ്തിട്ട് നേരെ അൻസാർ ഭായി പറയും ഓട്ടോറിക്ഷ സൈഡിൽ വെക്കാൻ പറയും, നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യും. ഇങ്ങനെ 1 വർഷം വർക്ക് ചെയ്തിട്ട് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോഴേക്കും കൂടെ സുഷിത മാഡവും ഭീമ മാഡവും ആൻഡ്രയ മാഡം ശ്രീജ മാഡം ഒക്കെ ഓൺലൈനിലൂടെ പ്രസന്റേഷൻ കൊടുത്ത് അതുപോലത്തെ കുറെ ലീഡർമാരെ സെറ്റാക്കി വെക്കുന്നുണ്ടോ. അപ്പോഴേക്കും കുറച്ച് 5-6 മാസം കഴിയുമ്പോൾ അതുപോലെ 100 ലീഡർമാരുടെ ഇനി വേറെ വരുന്നുണ്ടോ. ഈ പുറത്തിറങ്ങാൻ നമ്മുടെ ലേഡീസ് ഉണ്ടാവും, അവരവിടെ ഇരുന്ന് ഈ പ്രസന്റേഷൻ ഓൺലൈൻ ചെയ്യുന്നുണ്ടോ. എവിടെയെങ്കിലും വണ്ടി സൈഡാക്കി ഞാനൊരു 9 മണിക്ക് ക്ലോസിങ് ചെയ്യുന്നുണ്ടോ. 9 മണിയാകുമ്പോൾ എവിടെയും വണ്ടി സൈഡാക്കും ഞാൻ. എന്നിട്ട് ഈ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസന്റേഷൻ അവിടെ ചെയ്യുന്നുണ്ടോ. ബാക്കി ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന സമയമില്ല, ആ ഇടയിൽ കിടക്കുന്ന സമയം നമ്മളിത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പ്ലാൻ. അത് കൂടാതെ ഇപ്പം നമുക്കുണ്ടാകുന്ന ചലഞ്ചസ് എന്താണ്? സാധനം ഓൺലൈനിൽ എത്തുന്നില്ല, കൊറിയർ കിട്ടുന്നില്ല, ഷോപ്പ് അടുത്തില്ല, ഇങ്ങനെയുള്ള കുറേ ചലഞ്ചസ് നിങ്ങൾക്കില്ല. ഷാവുൽ സാർ പറഞ്ഞില്ല, പ്രൊഡക്റ്റ് കിട്ടിയില്ല, കൊറിയർ കൊണ്ടുകൊടുത്തിട്ടില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ജില്ലകളിലും അതിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് നമുക്ക് സ്റ്റോക്ക് പോയിന്റ്, നമ്മുടെ ടീമിലെ ലീഡർമാരുടെ വീട്ടിൽ സാധനം സ്റ്റോക്ക് ഉണ്ടോ, ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളും സ്റ്റോക്ക് ഉണ്ടോ, അവിടെ വന്ന് എടുത്തിട്ട് പോകാനും തിരിച്ച് ആ സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനും സ്ഥിരമായിട്ട് സാധനം എടുക്കാനുള്ള സംവിധാനം ഈ സ്റ്റോക്ക് പോയിന്റിൽ നമ്മളുടെ ബിസിനസ് മീറ്റിംഗ് നടക്കുന്നുണ്ടോ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഷാഹുൽ ചെയ്യേണ്ടത് എന്നറിയാം, മാക്സിമം എന്നെ നിങ്ങളുടെ ടീമിൻ്റെ സ്ഥലത്തേക്ക് മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കാൻ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. അടുത്ത മാസം എല്ലാ മാസം ആദ്യത്തെ വ്യാഴാഴ്ച ഷാജി സാറ് രാമനാട്ടുകാരെ ഇന്ന സ്ഥലത്ത് ഉണ്ടാവും. ജോസഫ് ഭായി ചിന്തിക്കുന്നത് എല്ലാ മാസം ആദ്യത്തെ വെള്ളിയാഴ്ച തൃശ്ശൂരായിരിക്കും എൻ്റെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് ഇട്ടേക്കണം. നമ്മൾ ജ്യോതി സാറിനെ വിളിക്കുന്നില്ല ഇതേ സ്ഥലത്തേക്ക്, അതുപോലെ നിങ്ങളത് ബുക്ക് ചെയ്ത് പ്രസന്റേഷൻ ചെയ്യുന്ന പ്ലാൻ ആക്കി മാറ്റണം. ഇപ്പം ഞാൻ വരാത്ത സമയത്ത് ഞാൻ എൻ്റെ അപ്ലൈനെ പറഞ്ഞേക്കുന്നുണ്ടോ, എനിക്കും അപ്ലൈൻ വരാത്ത സമയത്ത് അവിടെ ജ്യോതി സാറിനെ അയക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ സീതാമാടത്തിന് അയക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ടോപ്പ് ലീഡർമാരെ എത്തിക്കുന്നുണ്ടോ. ഇങ്ങനെ നിങ്ങളുടെ മാക്സിമം നമ്മളെ പോലെ ലീഡർമാരെ യൂട്ടിലൈസ് ചെയ്യുക. ഫംഗ്ഷൻ ഉണ്ടാക്കി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് നമ്മളെ ഡേറ്റ് കണ്ട് നിങ്ങളവിടെ മീറ്റിങ്ങുകൾ പ്രൊമോഷൻ ചെയ്യണം. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് വലിയ ബിസിനസ് ആക്കിയിട്ടുണ്ട്. ആലപ്പുഴ ഓൾറെഡി ബുക്ക് ആയി കണ്ടോ, നസീറ ബുക്ക് ചെയ്തു. നമുക്ക് ആലപ്പുഴയും കാസർഗോഡ് ബേക്കലും കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിയൊക്കെ നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് പോയിന്റ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റോക്ക് പോയിന്റ് താല്പര്യമുള്ള പെട്ടെന്ന് പറയാം, സാധനം അവിടെ എത്തും. ഇപ്പോൾ ആലപ്പുഴ ഒരുവിധം എല്ലാ സാധനവും ഉണ്ട്, ആൾക്കാർ സാധനം വാങ്ങിച്ചു തുടങ്ങി. ആലപ്പുഴക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, അത്യാവശ്യം സാധനങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ തന്നെ PV കയറും, ബില്ലടിച്ച് തരുന്നുണ്ടോ. കാസർഗോഡ് ബേക്കലിൽ പ്രൊഡക്റ്റ് ഉണ്ട്, കാസർഗോഡ് ജില്ലക്കാർക്ക് ആർക്കും വേണമെങ്കിൽ ബേക്കലിൽ പോവാം, സാധനം വാങ്ങിക്കാം, അവിടെ സംവിധാനമുണ്ട്. കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടി സ്ഥലത്തുണ്ട്, കണ്ണൂർ സ്ഥലത്തുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഏകദേശം 56ഓളം സ്റ്റോക്ക് പോയിന്റ് നമ്മുടെ ടീമിലുണ്ട് കേട്ടോ. അങ്ങനെയുള്ള വർക്കിംഗ് പ്ലാനാണ്, വലിയ ബിസിനസ് പ്രൊജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് വെസ്റ്റേജിൽ തന്നെ റെക്കോർഡ് ഉണ്ടാവും നമ്മുടെ ടീമിൽ. വിത്തിൻ സെയിം ഡേ തന്നെ ആൾക്കാർ വീട്ടിൽ സാധനത്തിന് രീതിയിൽ വെസ്റ്റേജ് പ്ലാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. വെസ്റ്റേജ് കമ്പനി 4 വർഷമായിട്ട് പറഞ്ഞിട്ട് ബൈക്ക് ഡെലിവറി ഉണ്ടാവും. വിത്തിൻ സെയിം ഡേറ്റ് തന്നെ സാധനം വീട്ടിലെത്തിക്കുന്ന സംവിധാനം വെസ്റ്റേജ് 4 വർഷമായിട്ട് പറഞ്ഞ് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ടീമിൽ അതുണ്ടോ, കുറച്ച് കഴിഞ്ഞു. ആ രീതിയിൽ വർക്കിംഗ് പ്ലാനാണ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒന്ന് സ്പീഡായിട്ട് നിങ്ങൾ സീരിയസ് ആയി നിൽക്കുക, ലീഡർഷിപ്പിലേക്ക് വരിക, വിശ്വസിക്കാൻ ശ്രമിക്കുക. അത്ര മാത്രമേ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വിജയിക്കാൻ പറ്റും. കല്യാൺ ജ്വല്ലറിയുടെ പരസ്യം പറഞ്ഞത് വിശ്വാസമല്ലേ അല്ല. അതുപോലെ ഞാൻ പറഞ്ഞു, ഇതിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് 100 രൂപ കുറഞ്ഞു പോയി സാറേ എന്ന് പറഞ്ഞാൽ എനിക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് സങ്കടം തോന്നി ചില ആൾക്കാരുണ്ട്, 100 രൂപ കുറഞ്ഞു പോയി താഴെ ഞാൻ കൊണ്ടുവന്ന് ചെങ്ങനെ എനിക്ക് 400 രൂപയായി എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാണെന്നറിയാം. 100 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് വാങ്ങിക്കൂത്തില്ല, കൊടുക്കാൻ ഞാൻ തയ്യാറുമല്ല. ആ 100 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അവർ വാങ്ങിക്കൂല, അതെനിക്ക് വേണ്ടെന്ന് പറയും. അവരുടെ പ്രശ്നം 100 രൂപയാണ്, അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവരത് വാങ്ങിക്കത്തുമില്ല, ആ വിഷയമുണ്ട്. അതല്ല അവർക്ക് വേണ്ടി വെസ്റ്റേജ് തരണം 100 രൂപ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതെന്താ ചെയ്യാൻ? 100 രൂപക്കല്ല ഹാജിറ നമ്മൾ ബിസിനസ് ചെയ്യുന്ന, ഹാജിറക്ക് 25,000-30,000 വരുമാനം വേണ്ടേ? അത് വാങ്ങണമെങ്കിൽ സീരിയസ് ആവുക കേട്ടോ, കുറച്ച് സീരിയസ് ആവുക. എത്രയും പെട്ടെന്ന് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുക. പറ്റുവാണെങ്കിൽ ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ഈ മാസം എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങിയ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ 50-40 PG കുഴപ്പമില്ല. ഇന്ന് ചെറിയൊരു സാധനം മതി, പൊട്ടി കിടക്കുന്ന സാധനം, സ്വർണത്തിന്റെ കഷ്ണം, ഒരു ചെറിയ തരി കഷ്ണം താഴെ പൊട്ടി വീണ സ്വർണ്ണം കൊടുത്താലും 10,000 കിട്ടും. പത്രക്ക് വില സ്വർണത്തിന്. അല്ല, ഒരു ചെറിയ തരി കഷ്ണം കയ്യിൽ തീരെ പൈസ ഇല്ലാതെ ഒരു 10,000 രൂപ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഒരു മാസം ആ പ്രൊഡക്റ്റ് നിങ്ങൾ മാക്സിമം നിങ്ങളെ പരിചയക്കാരെ വെച്ച് കസ്റ്റമറെ കണ്ടുപിടിക്കും, ബിസിനസ് ചെയ്യാൻ പറ്റും. അല്ല, ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ എത്ര പൈസ വേണം വരും. നിങ്ങൾ ആ മൈൻഡിൽ ബിസിനസ്സിലേക്ക് വരും. എനിക്ക് പറയാൻ പോലും മടിയാണ്, പേടിയാണ്, എന്നാലും പോലും ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ ബിസിനസ്സിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവും.
ഒരു ഹോം ഷോപ്പ് പോലെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു മാജിക് കോർണർ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യും. ടെക്നിക്ക് ഒരുപാട് ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. സമയം 20 മിനിറ്റ് അധികം എടുത്തു പോയി. സോറി, നമ്മളെ സുഷിത മാഡം ഉണ്ടോ? ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യോ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ക്ലോസ് ചെയ്യോ? ആർക്കെങ്കിലും ക്ലോസ് ചെയ്യാൻ പറ്റും ക്ലോസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞാനും ക്ലോസ് ചെയ്യും. സുഷിത മാഡത്തിന്റെ ഫോൺ കംപ്ലൈന്റ്, അതുകൊണ്ടാണ് ഇപ്പൊ സെഷനൊന്നും ഇല്ലാതെ ആദ്യത്തെ 5 മിനിറ്റ് മീറ്റിംഗ് 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മൊബൈൽ ഹാങ് ആയി കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് ഓപ്പൺ ആവണം. താങ്ക് യു സർ. ഒരുപാട് ഇൻഫർമേഷൻ ആണ് ഇന്ന് കിട്ടിയത്. പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സാധാരണ ഇപ്പൊ ബ്രോൺസ് ലെവലിന് മുകളിലുള്ള ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുവിധം മനസ്സിലായിട്ടിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ ഇന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു മന്ത് ഒരു 2 months ഒക്കെ ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇന്ന് അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആക്റ്റീവായിട്ട് നിൽക്കുക, മീറ്റിംഗ് ഒരെണ്ണെങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ല ഒരു സക്സസിലോട്ട് എത്താനായിട്ട് സാധിക്കും. കാരണം സാറ് പറഞ്ഞ ആ ഒരു വേർഡ് തന്നെയാണ് വിശ്വാസം. അതല്ലേ എല്ലാം. വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. എന്തായാലും ഓരോ പിൻ ലെവല് ഓരോ മന്തിലും നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാവർക്കും നല്ലൊരു സക്സസ് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു എവറിവൺ. താങ്ക് യു ഫോർ ജോയിനിങ്. വിഷ് യു വെൽത്ത്.